സ്ട്രേറ്റ് സൂൺ വേഗത്തിൽ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് പോകാം. ദൈവവചന ശുശ്രൂഷ എന്ന് ഞാൻ പറയുന്നില്ല, ശുശ്രൂഷയിലേക്ക് പോകാം. പ്രൈസ് ദി ലോർഡ്. ബിക്കോസ് ദി ലോർഡ് ക്യാൻ ഡു എനിത്തിങ് ഇൻ ഹിസ് ഹൗസ്. ദൈവത്തിന് തൻ്റെ ഭവനത്തിൽ എന്തും ചെയ്യാം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. Tonight, a lot of people have come with a lot of expectations. പ്രതീക്ഷയോടെ ഒത്തിരി പേര് കടന്നു വന്നിരിക്കുന്നു. God wants to fill us. ദൈവത്തിന് നമ്മളെ നിറയ്ക്കാൻ വലിയ താല്പര്യം. God is a filling God. സകലത്തെ നിറയ്ക്കുന്നവന്റെ നിറവാണ് സഭ. Therefore, He will fill us. നിറയ്ക്കാതെ ദൈവം വിടത്തില്ല. Expect great things from God tonight. Amen. I want to tell you about Pastor Joyman. For some of you who were not there in the early meeting, I know him for almost 10 years. I have on and off. I remember I was sitting there like Josh was sitting there and looking at him in 2002, right, Joyman? And then came this person and he was wearing shorts. That was, revolutionary in Kerala. കേരളത്തിൽ ഒരു പാസ്റ്റർ താടിയൊക്കെ വെച്ച് അത് ഇവിടം വരെയുള്ള ഷോർട്സ് ഒക്കെ ഇട്ട് വന്ന് പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സംഭവമാണ്. പക്ഷെ ജനം കേട്ടോണ്ടിരിക്കും. കാരണം അഭിഷേകത്തിലാ കാര്യം. ഏലിയാവിന് നിറച്ചു മുടി ഉണ്ടായിരുന്നു വചനം പറയുന്നു, പക്ഷെ അഭിഷേകം ഉണ്ടായിരുന്നു. എലീശ കഷണ്ടിയായിരുന്നു, പക്ഷെ അഭിഷേകം ഉണ്ടായിരുന്നു. വാട്ട് മാറ്റേഴ്സ് ഇസ് ദി അനോയിന്റിംഗ്. ദാറ്റ്സ് വൈ ഹി ഈസ് ഹിയർ ടുഡേ. നമ്മുടെ ഈ കൂട്ടായ്മ നമ്മൾ ഒഫീഷ്യലായിട്ട് ഇങ്ങനെ ആരംഭിച്ച ഒരു സഭയായിട്ടൊക്കെ നമ്മളിങ്ങനെ വരുന്ന സമയത്ത് ഗോഡ് സെൻഡ് ഹിം ഫസ്റ്റ്. വി വർ മീറ്റിംഗ് അറ്റ്, ദോസ് ഓഫ് യു റിമെമ്പർ, വി വർ മീറ്റിംഗ് അറ്റ് ഹോട്ടൽ റമാഡ ഹോട്ടലിൽ വെച്ച് നമ്മൾ മീറ്റ് ചെയ്ത സമയത്ത് ഹി വാസ് ദേർ ഫോർ വൺ സൺഡേ ആൻഡ് ദ ഹോൾ വീക്കെൻഡ് യു വർ വിത്ത് us. Then for some reason I wanted to call him, somehow it didn't work. എനിക്ക് പലവട്ടം വിളിക്കണമെന്നൊന്നും നടക്കത്തില്ല. But then this time the Lord said call him. കർത്താവ് പറഞ്ഞു, കേട്ടു, and he is here. And I'm so excited he is here. We will go on till 9:15, 9:20. Is that okay with all of you? If any of you, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു തിരക്കുണ്ടെങ്കിൽ you are most free to get up and leave. There is no offense. നമ്മുടെ ചർച്ചിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല. We won't take an offense. We believe in freedom. We know that there's school tomorrow, there's work tomorrow, but I am just leaving it to him. If the Lord is moving, I want you to go along with him. Amen. So നമുക്ക് കർത്താവിന് കരങ്ങൾ അടിച്ചുകൊണ്ട് കർത്താവിന്റെ ദാസനെ സ്വീകരിക്കാം. Keep it. Hallelujah. Let's pray. Amen. Oh, we bless you, bless you, bless you. കർത്താവേ, വാഴ്ത്തുന്നു സ്തുതിക്കുന്നപ്പാ. Hallelujah. യേശുവേ, തിരുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. Commit ourselves into your loving hands. Oh, hallelujah. Hallelujah, 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 hallelujah. Praise you, praise you, praise you, praise you, Jesus. Wonderful, wonderful, wonderful Jesus. Precious, precious, precious Jesus. We love you. We love you, we love you. കർത്താവേ, hallelujah. സ്നേഹം, 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 നിന്നോടുള്ള സ്നേഹം അപ്പാ. Hallelujah. Amen. Hallelujah. 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 വലിയൊരു മലയുടെ ആരവം കേൾക്കുന്നു. Amen. Hallelujah. Hear the sound of the rain. കടന്നു വരുന്നതിൻ്റെ ചില ശബ്ദം. Hallelujah. കടന്നു വരാനിരിക്കുന്നതിൻ്റെ ചില ശബ്ദം. Hallelujah. നമ്മൾ കേൾക്കണം. Amen. Hallelujah. ഇന്ന് പാസ്റ്റർ ഷിജു പറഞ്ഞ പോലെ Hallelujah. Expectation. Hallelujah is seeing. Hallelujah. Amen. ആത്മാവിൽ നമ്മൾ ചിലത് കാണുക. Amen. We are seeing in the spirit the things that God wants to do. Amen. That God is bringing. Hallelujah. Amen. Oh, hallelujah. Amen. കർത്താവേ, ഒരുക്കം. Hallelujah. ചിലതിനായി ഒരുങ്ങുവാൻ. Hallelujah. Yes. Amen. Yes, കർത്താവേ. Amen. Hallelujah. Amen. Yes. കംപ്ലീഷനിലെത്തിക്കുവാൻ, ചിലത് പൂർണ്ണതയിലെത്തിക്കുവാൻ. Hallelujah. Yes. Hallelujah. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, Hallelujah, ഞങ്ങളെ ഏൽപ്പിക്കുന്നതാ. We commit ourselves, Lord. Hallelujah. We surrender. Hallelujah. കർത്താവേ, Hallelujah, നിന്നെ കീഴ്പ്പെടുന്ന മഹത്വം കുഞ്ഞാടിന്. Amen. ഒരു പുസ്തകത്തിന്റെ ഒരു പുതിയ പേജ് എഴുതുക കർത്താവ്. Hallelujah. ചില കാര്യങ്ങൾ എഴുതുന്ന പോലെ ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ കാര്യങ്ങൾ ദൈവം കുറിക്കുവാൻ തക്കവണ്ണം Hallelujah, ഒരു പുതുക്കത്തിന്റെ Amen. Hallelujah. നമ്മൾ കേട്ടതുപോലെ പഴയതെല്ലാം പോയി
പുതിയതായതിനെ ദൈവം കൂട്ടിക്കൊണ്ടുവരുന്നു. പുതിയതായതിനെ ദൈവം ഹല്ലേലൂയ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ പോവാ. ഓ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പഴയതിനെ പിടിച്ചോണ്ടിരിക്കല്ലെന്നാ പറഞ്ഞേ. ഹല്ലേലൂയ, പുതിയതിനെ പ്രാപിക്കുവാൻ. യെസ്, യെസ്, ഓ ഹല്ലേലൂയ, ആമേൻ, 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 ആമേൻ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ, തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ, അങ്ങേക്ക് മഹത്വം തരുന്നപ്പാ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. യെസ്, യെസ് കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിറയ്ക്കുന്ന ദൈവം, നിറയ്ക്കുന്ന ദൈവം. ആമേൻ. ഒഴിഞ്ഞ പാത്രങ്ങളെ നിറയ്ക്കുന്ന ദൈവം. യെസ്, ഹല്ലേലൂയ. സൂപ്പർ നാച്ചുറലി, ഹല്ലേലൂയ, നിറയ്ക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി. താങ്ക് യു ലോർഡ്. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഐ ആം എക്സൈറ്റഡ്, യുനോ. ഹല്ലേലൂയ. നമ്മുടെ ലൈഫിൽ നമുക്കൊരു എക്സൈറ്റ്മെന്റ് വേണം. എന്താ? കർത്താവ് ഏതാണ്ട് ചെയ്യാൻ പോവാ. ആമേൻ. ഗോഡ് ഈസ് ഗോയിങ് ടു ഡു സംതിങ് സ്പെഷ്യൽ. ഹല്ലേലൂയ, ആമേൻ. ബിക്കോസ് വി ആർ സ്പെഷ്യൽ പീപ്പിൾ, അല്ലേ? നമ്മളൊരു ഒരു ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വേർതിരിക്കപ്പെട്ട ഒരു വലിയ ഒരു പ്രത്യേകതയുള്ള ജനമാണ്, അല്ലേ? വി ആർ എ സ്പെഷ്യൽ പീപ്പിൾ. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നമ്മൾ കേട്ടു, മൈ സിറ്റുവേഷൻ, ഹല്ലേലൂയ, ഈസ് നോട്ട് അബവ് മൈ പൊസിഷൻ. ആമേൻ. എൻ്റെ ഒരു സാഹചര്യവും ക്രിസ്തുവിൽ ഞാനായിരിക്കുന്ന എൻ്റെ ആ പൊസിഷന് മുകളിലല്ല. ആമേൻ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ആമേൻ. നമുക്ക് താങ്ക് യു ജീസസ്. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആ സ്വാതന്ത്ര്യത്തിലേക്ക്, ആമേൻ, ദ ഫ്രീഡം ദാറ്റ് വി ഹാവ് ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. കാരണം ഞാൻ എപ്പോഴും വർഷങ്ങളായിട്ട് കേൾക്കുന്ന ചില ഈ വാക്കുകളുണ്ട്. വലിയ ബന്ധനമാണ്, വലിയ ബന്ധനമാണ്, ബിഗ് ബോണ്ടേജ്, വലിയ ഒരു പോരാട്ടമാണ്, ഫൈറ്റ്. ഹല്ലേലൂയ. യെസ്, വി ഹാവ് എ ഫൈറ്റ്. ആമേൻ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ, ഐ ഫോട്ട് ദ ഗുഡ് ഫൈറ്റ്, നോട്ട് ദ ബാഡ് ഫൈറ്റ്, ദ ഗുഡ് ഫൈറ്റ്. ആമേൻ. നല്ല പോരാട്ടം പൊരുതി. കാരണം നല്ലതായിട്ട് പോരാടാനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, ഇല്ലേ? നല്ലതായിട്ട് പോരാടുക എന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യും? ജയിക്കും. ആമേൻ. നമ്മൾ തോക്കത്തില്ല. ആമേൻ. ശരിക്കും ഫൈറ്റ് ചെയ്യുന്നവൻ will win. Amen. You fight in such a way that you will win. Amen. നമ്മൾ പോരാടുന്നത് എങ്ങനെയാ? ജയിക്കാൻ വേണ്ടിയാ പോരാടുന്നത്, തോക്കാൻ വേണ്ടിയല്ല. പിന്നെ നമ്മുടെ പോരാട്ടമൊന്നും ജഡരക്തങ്ങളോടല്ല എന്ന് പറയുന്നുണ്ട്, അല്ലേ? വി ആർ നോട്ട് ബാറ്റിലിംഗ് അഗൈൻസ്റ്റ് പീപ്പിൾ. ഒത്തിരി ആൾക്കാർ പോരാട്ടത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. എല്ലാവരും ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്, അല്ലേ? നമ്മുടെ പക്ഷേ നമ്മൾ ഈ ഭൂമിയിൽ ആരോടും പോരാടിയിട്ട് കാര്യമില്ല. വി ആർ ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് സ്പിരിറ്റ്സ്, അല്ലേ? ഹല്ലേലൂയ. ഡീമൺ സ്പിരിറ്റ്സിനോടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. ആമേൻ. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ ആരേലും. ദ ബുക്ക് ഓഫ് ജോഷുവ, ചാപ്റ്റർ 1, വേഴ്സ് 2. മതി. ഹല്ലേലൂയ. എൻ്റെ ദാസനായ മോശ മരിച്ചുപോയി. ആരോടാ പറയുന്നേ? യോശുവയോട്. ആമേൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വേല ഒരിക്കലും നിൽക്കുന്നില്ല, അല്ലേ? നമ്മൾ പോയാലും വീണ്ടും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. മോശ മരിച്ചാൽ യോശുവ വരും, യോശുവ മരിച്ചാൽ അടുത്ത ആൾ വരും, അല്ലേ? ദൈവം അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും. ആമേൻ. ഉടനെ എൻ്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ നീയും ഈ ജനമൊക്കെയും
പുറപ്പെട്ട് അങ്ങോട്ട് പോകണം. യോർദാൻ അക്കരെ ചെന്ന് ഇംഗ്ലീഷൊന്ന് വായിച്ച് ഞാൻ ഇസ്രായേൽ മക്കൾക്ക് ആമേൻ. into the land which I do give. ദൈവം തന്നിരിക്കുന്ന ദേശത്തേക്ക് ഹല്ലേലൂയ നീ എഴുന്നേറ്റ് പുറപ്പെട്ട് പോകാൻ. കാരണം ദൈവം തന്നിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇല്ലേ? വാട്ട് ഗോഡ് ഹാസ് ഓൾറെഡി ഗിവൻ ത്രൂ ഹിസ് സൺ ജീസസ് ഇല്ലേ? ദൈവം തന്നിരിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യണം? ചിലപ്പോൾ ചില യോർദാൻ കടന്നാലേ അവിടെ ചെല്ലത്തുള്ളൂ. ആമേൻ. ചിലയിടത്ത് കുത്തിയിരുന്നാൽ കിട്ടത്തില്ല ഇല്ലേ? അതുകൊണ്ടാണ് യോശുവയോട് പറയുന്നത്, ഈ ജനം എവിടെ ഇരുന്നാൽ അവരെത്തേണ്ടടുത്ത് എത്തത്തില്ല. They will not reach where they should be reaching. They will not reach where they should reach. They will not have what they should have. They will not possess what they should possess. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഇവരെ എഴുന്നേപ്പിച്ച് ഈ ജനത്തെ കൊണ്ട് പുറപ്പെട്ട് യോർദാൻ്റെ അക്കരെ ചെല്ലണം. ആമേൻ. അങ്ങനെ ദൈവം നമ്മുടെ മുന്നിൽ നമ്മുടെ മുന്നിൽ ചില കാര്യങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട്. നമ്മൾ സഭയായിട്ട് എന്തോ ചെയ്യുന്നത്? നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്നതിനെ പ്രാപിക്കാനാണ് പോകുന്നത്. ആമേൻ. നമ്മൾ കേട്ടതാ, പുറകിലുള്ളതിനെ ഒന്നും ഓടി തിരിഞ്ഞ് റിവേഴ്സ് കയറി പോവല്ലേ. ഹല്ലേലൂയ. റിവേഴ്സ് കയറി പോകുന്ന പറയും, പണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്താ അതെന്നെ ഇപ്പം ചെയ്യാത്ത ഏതാ? പണ്ട് ഞങ്ങൾ നമ്മുടെ അപ്പച്ചന്മാരൊക്കെ കാളവണ്ടിയാണ് ഓടിച്ചിരുന്നത്. ഇന്നെന്തിനാ കാർ ഓടിക്കുന്നത്? ഹല്ലേലൂയ. ഓർത്ത് നോക്കണം, ശ്രദ്ധിച്ചു കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച വിഷയം, ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ സ്ഥലത്തിൽ ഓരോ കൾച്ചറിൽ ദൈവത്തിൻ്റെ മൂവ് ഡിഫറെൻറ്റാണ്. ഐ മീൻ ഗോഡ്സ് മൂവ് ഇസ് ഡിഫറെൻറ്റ് ഇല്ലേ? ഈ കോൺഗ്രിഗേഷനിൽ ദൈവത്തിൻ്റെ മൂവ് ഡിഫറെൻറ്റാണ്. കാര്യം എന്നാണെന്നറിയാമോ? ദൈവം നിങ്ങളെ അറിയുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ചുറ്റുപാടുകളെ അറിയുന്നു. ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന ഇടങ്ങൾ ദൈവം നമ്മളെ ഓരോരുത്തരെയും കണ്ടുകൊണ്ട് ദൈവം നമ്മുടെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളുടെ കരച്ചിൽ കേട്ടു, അവരുടെ ഞരക്കം അവൻ കേട്ടു, അവരുടെ പീഡനം അവൻ കണ്ടു. എന്നിട്ട് ഹി മെയ്ഡ് എ ഡിസിഷൻ. ഹല്ലേലൂയ അല്ലേ? അതുകൊണ്ട് ദൈവം എല്ലാം അറിഞ്ഞും കണ്ടും കേട്ടും മനസ്സിലാക്കിയതിന് ശേഷം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ കടന്ന് നമുക്ക് വേണ്ടതുപോലെ നമ്മളെ ഹല്ലേലൂയ കരുതുകയും നമുക്ക് വേണ്ടത് ചെയ്തു തരികയും ചെയ്യും. ആമേൻ. ദാറ്റ് ഈസ് അവർ ഗോഡ്. God will do exactly what we need at the right time, in the right way, in the right place. Hallelujah. In the right manner. Amen. അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തി അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട്? ഒന്നുമില്ലാതൊരവസ്ഥയില്ല. നമ്മുടെ ഈ മലയാളികൾ ഇങ്ങനെ പറഞ്ഞ് ശീലിച്ചു പോയേ. നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്നാ അറിയോ? കുഴപ്പമൊന്നുമില്ലല്ലോ. കാര്യം എപ്പോഴും നമ്മുടെ ചിന്തയിൽ എന്തുവാ? കുഴപ്പമാണ്. ഇംഗ്ലീഷുകാർ ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്, ഹൗ ആർ യു, എങ്ങനെ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ചോദിക്കുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ. കാര്യം എന്നാ? വി ആർ ഓൾവേസ് ലിവിങ് ഇൻ എ കുഴപ്പമാണ് നമ്മുടെ മനസ്സിൽ മുഴുവൻ. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. ഹല്ലേലൂയ. ഇതൊക്കെ പഴയ രീതികളാണ്. നമ്മൾ ക്രിസ്തുവിനെ അറിയാത്തപ്പം, ഈ വചനം അറിയാത്തപ്പം, ഇതിൻ്റെ സത്യം അറിയാത്തപ്പം നമ്മുടെ പിതാക്കന്മാർ തൊട്ട് പറഞ്ഞ് കേട്ട് പഠിച്ച് നമ്മളങ്ങനെ പോവുക. കുഴപ്പമില്ലല്ലോ ഒന്ന്. അങ്ങനെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ ഒരു 2-3 വാക്യം വായിച്ചിട്ട് നമുക്ക് നിർത്താം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം. ഇല്ല. ആമേൻ. ആമേൻ.
ആകും. ആ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി എന്ന് ഞാൻ അറിയുന്നു. ഉം. എങ്കിലും എന്റെ വചനത്തിന് നിങ്ങളിൽ ഇടമില്ലായകൊണ്ട് ആ നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. ആമേൻ. പിതാവിന്റെ അടുക്കൽ കണ്ടിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നു. ഉം. നിങ്ങളുടെ പിതാവിനോട് കേട്ടിട്ടുള്ളത് നിങ്ങൾ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 വാക്യം ഒന്നുകൂടെ വായിച്ച, ആദ്യത്തെ 2 വാക്യം. അവൻ അവനോട്, ഉം. ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി, ഉം. ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല. ഇല്ല. നിങ്ങൾ സ്വതന്ത്രന്മാരാകുമെന്ന് നീ പറയുന്നത് എങ്ങനെ എന്ന് ഉത്തരം പറഞ്ഞു. ആ അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്ന എല്ലാം പാപത്തിന്റെ ദാസൻ ആകും. ഉം. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, ഇല്ല. പുത്രനോ എന്നേക്കും വസിക്കുന്നു. ഉം. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ ഉം. നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രം ആകും. Amen. Hallelujah. If the Son sets you free, you shall be free indeed. Hallelujah. And you shall know the truth, and the truth will set you free. Amen. നീ സത്യം അറിയും, ആ സത്യം നിന്നെ വിടുവിക്കും. യഹൂദന്മാരോട് യേശു സംസാരിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. യഹൂദന്മാർ വന്നേച്ച് പറഞ്ഞു, യേശു പറഞ്ഞു നിങ്ങളെ സ്വതന്ത്രരാകണം. എന്നാൽ അവർ പറയാ, ഞങ്ങൾ ഇതുവരെ എവിടെയും ദാസരായിരുന്നിട്ടില്ല, മറന്നുപോയി. അപ്പന്മാരൊക്കെ അവിടെ കിടന്ന് കല്ല് ചുമ്മുകാരെന്നുള്ള പണ്ടല്ലേ. അവിടെ വളരെ ധൈര്യത്തിലാണ് പറയുന്നത്, ഞങ്ങൾ ഞങ്ങൾ ഒരു നാളും എന്ന് നീട്ടി പറഞ്ഞതാ. വി ഹാവ് നെവർ ബീൻ ഇൻ ബോണ്ടേജ്. വളരെ ഉറപ്പില്ല. ലോകം മുഴുവൻ അറിയാം അവിടുന്ന് ഇങ്ങോട്ട് വന്നതെന്ന്. ഏതാ ദൈവത്തെ മറന്ന് സംസാരിക്കുക. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞ എന്നാ യേശു എന്താ പറഞ്ഞേ? വാട്ട് ഡിഡ് ജീസസ് സേ? പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ ദാസന്മാരാകുന്നു. ആമേൻ. എന്നിട്ട് എന്താ പറഞ്ഞു? ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല. ആരാ വസിക്കുന്നത്? പുത്രന്മാർ. ആമേൻ. ഹല്ലേലൂയ. നമ്മളെ കുറിച്ചാണ് പറഞ്ഞത്. ആമേൻ. പുത്രത്വത്തിന്റെ ആത്മാവുള്ളവരെ വീട്ടില് വസിക്കത്തുള്ളൂ. ബാക്കി എല്ലാവരും വീട്ടിന് പുറത്താ. ദാസൻ എവിടാ? പറമ്പിലാ. ആമേൻ. ഹല്ലേലൂയ. സോ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്ന വിളിച്ചിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ആദ്യത്തെ ആ ഏത് വാക്യം തൊട്ടാ വായിച്ചു? 31 തൊട്ടാ വായിച്ചേ. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ ആ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി ആ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. ശ്രദ്ധിച്ചു കേട്ടോ. ഇനി ഓക്കെ, യേശു പറഞ്ഞു. എന്താ പറഞ്ഞേ? ആരോടാ പറയുന്നേ? തന്നിൽ വിശ്വസിക്കുന്ന those who believe. ഫെയ്ത്ത് അല്ല, ബിലീവിങ്. Amen. Faith is coming, believing is from our part. Hallelujah. Faith is from God. Christ is the author and the perfecter of our faith. Amen. So when we believe, നമ്മൾ ഉറക്കുക, ഹൃദയത്തിൽ ഉറച്ചവരോട് യേശു പറയാ, എന്താ പറയുന്നേ? നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ എന്ന് വെച്ചാൽ യു മസ്റ്റ് റിമെയിൻ ഇൻ മൈ വേർഡ്. എവിടെ നിൽക്കണം? ഉറച്ച് വചനത്തിൽ ഉറച്ചു നിൽക്കണം. Then you will be my ട്രൂലി ബി മൈ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെ ശരിയായിട്ട് എൻ്റെ ശിഷ്യന്മാർ ആയിത്തീരും, ആകുന്നു. അത് കഴിഞ്ഞിട്ട് എന്തോ പറഞ്ഞേ? ഓക്കെ, അങ്ങനാണെങ്കിൽ എന്തോ ചെയ്യും? നീ സത്യം അറിയും. സത്യം അറിയും. ദ നോളജ് ഓഫ് ട്രൂത്ത് വിൽ കം ടു യു. എപ്പോഴാണ് വരുന്നതെന്ന് അറിയാവോ? വചനത്തിൽ നിലനിൽക്കുന്നുണ്ട്. എപ്പോഴാണ് വരുന്നത്? ഡിസിപ്ലിൻഡ് ആകുന്നുണ്ട്. ഡിസിപ്ലിൻഡ് പേഴ്സൺ ഈസ് എ ഡിസൈപ്പിൾ. ആമേൻ. വചനം ഒത്തിരി പേര് കേൾക്കുന്നുണ്ട്, അതിനകത്ത് നിലനിൽക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ കേട്ട വചനത്തിൽ ഞാൻ നിൽക്കണം, പിടിച്ചവിടെ നിൽക്കണം. എങ്ങനെ നിൽക്കണം? ടിൽ ദാറ്റ് വേർഡ് ഡിസിപ്ലിൻസ് മീ. ആ വചനം എന്നെ ക്രിസ്തുവിൻ്റെ ഛായയിൽ എന്നെ രൂപാന്തരപ്പെടുത്തുന്നവരെ. അല്ലെ, till it confirms me to the image of Christ, I must remain in that word. ആമേൻ. അവിടെ നിൽക്കുന്നുണ്ട്, എന്തോ മനസ്സിലാകും. അങ്ങനെ ഡിസിപ്ലിൻഡ് ആകുന്നുണ്ട്. ഐ വിൽ നോ വാട്ട് ദ ട്രൂത്ത്. ആമേൻ. ചില പറയും സത്യം നിന്നെ വിടുവിക്കും. സത്യം വിടുവിക്കത്തില്ല. ദ നോളജ് ഓഫ് ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. ട്രൂത്ത് വോണ്ട് സെറ്റ് യു ഫ്രീ. നോയിങ് എന്ന് പറയുന്നുണ്ട് എന്തുവാ? നമ്മളത് ഇറ്റ് ഹാസ് പെനിട്രേറ്റഡ്
അത് നമ്മളെ തുളച്ച് കയറി. നമ്മുടെ അകത്ത് അതിൻ്റെ സ്ഥാനം ഉറപ്പായിട്ട് കിട്ടിക്കഴിഞ്ഞു. ഉറപ്പായിട്ടൊരു സ്ഥാനം. എന്തിന്? ദൈവവചനത്തിൽ നിന്ന് നമ്മൾ കേട്ടതിന് ശേഷം അതിൽ നിലനിന്നുകൊണ്ട് അതിൻ്റെ ഡിസിപ്ലിനിലോട്ട് കടന്നു വരുമ്പോൾ അതിൽ നിന്നുള്ള ആ സത്യം എൻ്റെ അകത്തേക്ക് ആഴത്തിൽ ഇറങ്ങിക്കഴിയുമ്പോൾ അതിൽ നിന്നുള്ള അറിവ് എന്നെ പൂർണ്ണമായിട്ട് സ്വതന്ത്രനാക്കി. ഒത്തിരി പേര് വചനം കേട്ടിട്ടും ഫ്രീ ആകാത്തത് എന്തുകൊണ്ടാണ്? അകത്തോട്ട് അതിൻ്റെ സത്തിറങ്ങുന്നില്ല. ആമേൻ. അതിൻ്റെ ട്രൂത്ത് ഈസ് നോട്ട് പെനിട്രേറ്റിംഗ് ഇൻ ടു യുവർ ഗട്ട്, ഇൻ ടു യുവർ ഡീപ്പസ്റ്റ് പാർട്ട്, ഇല്ലേ? സ്പിരിറ്റ്. യെസ്. അന്നേ ആ സത്യം ഇറ്റ് വിൽ സെറ്റ് മീ ഫ്രീ. ഹല്ലേലൂയ. ആമേൻ. അന്നേ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ്, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈസ് ടു ബിലീവ്. ബിലീവ്. ഞാൻ കേൾക്കുന്നത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഉറക്കുക. ആമേൻ. സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ബിക്കം എ ഡിസൈപ്പിൾ. ആമേൻ. ചർച്ചിനകത്ത് വലിയൊരു പ്രോബ്ലം എന്താണെന്നറിയാം? എല്ലാവരും ഇവിടെ നിൽക്കുന്ന പാസ്റ്ററിൻ്റെ, ഞാനിപ്പം ശിശുവിൻ്റെ കാര്യമില്ല, ഏത് ചർച്ചിലും എല്ലാവർക്കും ചിലപ്പോൾ ഒരു ചിന്ത വരും, എനിക്കിവിടെ നിൽക്കുന്ന ഈ പാസ്റ്ററിനേക്കാളും അറിയാവുന്നു. ഏതാ? ക്ലാസ്സിൽ നിൽക്കുന്ന ടീച്ചറിനേക്കാളും സ്റ്റുഡൻറ്റിന് അറിയാമെന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ പഠിക്കുമോ? പഠിക്കത്തില്ല. ആമേൻ. അവൻ പിന്നെ ടീച്ചറിനെ പഠിപ്പിക്കാൻ പോവും. അത് നമ്മൾ ഈ പാരമ്പര്യമായിട്ടുള്ള പെന്തക്കോസ്ത് സഭയിലൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സ്വഭാവം അറിയാതെ കയറി വരും. പാസ്റ്ററിനെ പഠിപ്പിക്കണമെന്നേ. അതുകൊണ്ട് ഒരിക്കലും ഡിസിപ്ലിൻഡ് ആകത്തില്ല. ഹല്ലേലൂയ. ഞാൻ 20 കൊല്ലം എന്നെക്കാളും ഒരു വയസ്സ് ഇളയതുള്ള ഒരു പാസ്റ്ററിൻ്റെ കീഴിൽ 20 കൊല്ലം ഇരുന്നേച്ചാണ് വന്നത്. 20 കൊല്ലം. എന്നെക്കാളും മിടുക്കനായോണ്ടോന്ന് അല്ല, ഡിസൈപ്പിൾഷിപ്പിൻ്റെ ഭാഗമാണ്. എന്താണ് സബ്മിഷൻ. മേ ബി എൻ്റെ പാസ്റ്റർ എൻ്റെ അത്ര മിനിസ്ട്രി ചെയ്യുന്നില്ലായിരിക്കും, പക്ഷേ യു ഹാവ് ടു സബ്മിറ്റ് ടു ലീഡർഷിപ്പ്. ആമേൻ. ഭൂമിയിലെ മനുഷ്യന് കീഴ്പ്പെടാത്തവൻ സ്വർഗത്തിലെ ദൈവത്തിന് ഒരിക്കലും കീഴ്പ്പെടത്തില്ല. അങ്ങനെ കീഴ്പ്പെടാതിരിക്കുന്നവനാണ് എവിടെ ഇരിക്കാൻ പറ്റാത്തത്. യു അണ്ടർസ്റ്റാൻഡ്? സ്വർഗത്തിൽ ചെന്നാലും അവൻ കസേരയാടാൻ പോവും. ആമേൻ. ഹല്ലേലൂയ. വേറൊരു സംഗതി ഞാൻ നിങ്ങളോട് പറയാം, വലിയ സത്യമായത്. നിങ്ങൾ ഇവിടെ ഇരുന്ന് വചനം കേൾക്കേണ്ടവരാണെങ്കിൽ നിങ്ങൾ വേറെ എവിടെ പോയിരുന്നാലും നിങ്ങൾക്കുള്ള വചനം കേൾക്കത്തില്ല. If you are supposed to sit in this church and receive the word, wherever you go, you will receive the word that you need to receive. Amen. Hallelujah. എന്നോട് പലരും വന്ന് പറഞ്ഞു, ഓ അവിടെ ഭയങ്കര വേർഡാ, വെരി ഗുഡ് വേർഡ്. ഞാൻ പറഞ്ഞു, when was the word bad? When was the word of God bad? അവിടെ ഇരുന്നിട്ട് it tickles my ears, so it is good. ഇവിടെ ഇരുന്ന് കഴിയുന്നുണ്ടേ ചിലപ്പോൾ അത് it pierces my heart, so it is not good. You see? ഇവിടെ ഇരുന്നാൽ ഇത് നെഞ്ചിനകത്ത് കത്തി കയറുന്ന പോലെ കയറുന്നു, അവിടെ ഇരിക്കുമ്പോഴോ ചെവിക്കകത്ത് തൂവലിട്ട പോലെ ഇരിക്കുന്നു. എന്നാൽ അതൊരു സുഖമുണ്ട് കേൾക്കാൻ. ഇവിടെ ഇരുന്നാൽ അത്ര സുഖമില്ല, കാര്യം ഇടയ്ക്ക് കുത്ത് കിട്ടും. കുത്ത് കിട്ടിയാലേ നേരെ ആകത്തുള്ളൂ. അവിടെ ഇരുന്നാൽ പിന്നെ നേരെ ആണമെന്നില്ല, ആരോടും ഉത്തരവാദിത്വമില്ല, നോ അക്കൗണ്ടബിലിറ്റി. ഹല്ലേലൂയ. നമ്മൾ ഈ ആൾക്കൂട്ടത്തിൽ എലിയാമ ഇരിക്കുന്ന പോലെ ഇങ്ങനെ പോയിരുന്നേച്ചിങ്ങ് പോരുക എന്നുള്ള. See, church is a place God's children are disciplined by God and His word and His spirit. Amen? And if you are not disciplined, you will never reach anywhere. You understand? ഒരിക്കലും നമ്മൾ എവിടെയും ചെല്ലത്തില്ല. ഡിസിപ്ലിൻ ഇല്ലാതെ, സ്പിരിച്വൽ ഡിസിപ്ലിൻ ഇല്ലാതെ we will not ascend to spiritual heights. ആത്മീയ ഉയരങ്ങൾ തേടണമെന്നുണ്ടെങ്കിൽ ആത്മീയ ഡിസിപ്ലിൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാകണം. ആമേൻ. ഹല്ലേലൂയ. See, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രാപിക്കണം, എന്തെങ്കിലുമൊക്കെ നേടണം, പക്ഷേ ആർക്കും ഹല്ലേലൂയ ബേസിക് കാര്യങ്ങളിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ആമേൻ. യു അണ്ടർസ്റ്റാൻഡ്? ഹല്ലേലൂയ. പിന്നെ ഈ സത്യങ്ങൾ നമ്മൾ അറിയണം. ഈ സത്യങ്ങൾ അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞു, പീപ്പിൾ ക്യാൻ ഗോ ആൻഡ് സിറ്റ് എനിവെയർ ആൻഡ് ലിസൺ ടു ഗോഡ്സ് വേർഡ്. പക്ഷേ ദർ ഇസ് എ പ്ലേസ് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എവിടെ ചെന്നിരുന്നാലും ഏത് കൂട്ടായ്മയിലിരുന്നാലും ദൈവവചനം കേൾക്കാം, ഇല്ലേ? പക്ഷേ ഈ പാസ്റ്ററിൻ്റെ
ആടുകൾ വേറെ എവിടെ ചെന്നിരുന്നാലും ഈ പാസ്റ്ററിൽ നിന്നുള്ള വചനം കേൾക്കത്തില്ല. കാര്യം എന്നാ? ഈ ആടുകൾക്ക് കൊടുക്കേണ്ട ഭക്ഷണം ഈ ഇടയൻ്റെ കയ്യിലാണ് കൊടുത്തേക്കുന്നത് ദൈവം. യു അണ്ടർസ്റ്റാൻഡ്? പറഞ്ഞ മനസ്സിലായോ? The food for the sheep here is given to the pastor here. അത് വേറെ ആരുടെയും കൊടുത്തിട്ടില്ല. വേറെ എവിടെയെങ്കിലും പോയിരുന്ന് എന്തെങ്കിലുമൊക്കെ കേട്ടേച്ച് വന്നേച്ച് ഇവിടെ വന്നിരുന്നേച്ച് അവിടെ ഭയങ്കരമായിരുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. യു അണ്ടർസ്റ്റാൻഡ്? ഇതൊക്കെ ചില യാഥാർത്ഥ്യങ്ങളാണ്. ഇതൊന്നും നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ വളരെ 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 ദയനീയമാണ്. മനസ്സിലായോ? ഒന്നേ, ദൈവം നമ്മളെ ആക്കിയെടുത്ത് നമ്മൾ ഉറച്ചിരിക്കണം. Amen? We must sit where God has placed us. Amen? ഇവിടെ ഇരുന്നിട്ട് അവിടെ ഇരിക്കുക. വെയിറ്റ് because God is going to minister to you. ദൈവം നിന്നോട് സംസാരിക്കാൻ പോവാ. ദൈവം നിൻ്റെ ജീവിതത്തോട് ഇടപെടാൻ പോവാ. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയും, ശ്രദ്ധിച്ചോട്ടോണേ, ഇതെല്ലാം സത്യങ്ങളാണ്. നമ്മുടെ ഇടയനാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഇവിടെ അമേരിക്കയിൽ 500 വിസിറ്റിംഗ് പാസ്റ്റർമാർ വരും. ചിലതൊക്കെ ഭൂതം പിടിച്ചവാ. ശരിക്കും ഉള്ള കാര്യം പറയാം. ശരിക്കും ഡിമോണിക്കാ some of them, you know, and they will tell your past and they will very correctly. കാര്യം എന്നാണെന്നറിയാം, സേവയുണ്ട് അവന്. കഴിഞ്ഞ കാലത്തെ എല്ലാ കാര്യങ്ങളും പറയും. പാസ്റ്റ് ഫ്യൂച്ചർ പറയുന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കുളത്തിലിടുകയും ചെയ്യും. Who should speak to your life? ഞാൻ ശരിക്കും പറയാം. If Pastor Shiju, you know, prays for me and if he prophesies, I will receive it. You understand? I will receive it without a pinch of salt. കാര്യം എന്താണെന്ന് വെച്ചാൽ he knows me, I know him. See, ആടുകളൊക്കെ ഇടയനെ അറിയണം, ഇടയന് ആടുകളെ അറിയാം. ഈ അറിയാൻ വയ്യാത്ത വഴിപോക്കം കയറി വന്ന് വെച്ച് കാച്ചാ പൂച്ച പറയുന്ന കേൾക്കുന്നതാണോ, അതോ നിങ്ങളെ അറിയാവുന്ന ദൈവദാസൻ നിങ്ങളോട് പറയുന്ന കേൾക്കുന്നതാണോ വിശ്വസനീയം? എല്ലാവരുടെയും വായുടെ കീഴെ കൊണ്ട് ചെവി വെച്ച് കൊടുക്കല്ലേ. I warn you. I literally warn you. Okay? I am telling you. A lot of problems in the church. ചർച്ചിൽ ഒത്തിരി പ്രശ്നം ഉണ്ടാക്കുന്ന അതാ. Amen? Hallelujah. I believe in prophecy. I move in prophetical. Okay? But you know, if I prophesy, there should be something which he has already spoken. Or when I prophesy, that should be confirmed in his spirit by the Holy Spirit. Amen? അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന, you know, you identify in the spirit. Amen? One with another. You understand? പറഞ്ഞു മനസ്സിലായോ? അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആത്മാവിൽ ഐക്യപ്പെടണം, ഈവൻ ശുശ്രൂഷിക്കുമ്പം. ഹല്ലേലൂയ. പെട്ടെന്ന് എന്നോട് ദൈവാത്മാവ് പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയുക. യു അണ്ടർസ്റ്റാൻഡ്? അണ്ണേ, നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ ഇടയനാണ് എന്നെ അറിയാവുന്നത്. ഇടയൻ ആടുകളെ അറിയുന്നു. ആ ഇടയൻ്റെ ശബ്ദമാണ് നമ്മൾ കേൾക്കണം. ഇടയനിൽ കൂടെ, നമ്മുടെ പാസ്റ്ററിൽ കൂടെ ദൈവം സംസാരിക്കുന്നതിനപ്പുറമായിട്ട് വലിയ കാര്യങ്ങളൊന്നും ഒത്തിരി ആൾക്കാർ സംസാരിക്കാൻ പോകുന്നില്ല. അങ്ങനെ നമുക്കൊരു തെറ്റിദ്ധാരണയാണ് സംസാരിക്കുമെന്ന്. അത് കേട്ടേച്ച് നമ്മൾ സൂഹിക്കുന്നത് എന്നാണെന്നറിയാം, അവർ നമ്മളെ സൂഹിപ്പിച്ചേച്ചു പോകും. അവർ നമ്മളെ സൂഹിപ്പിച്ചേച്ചു പോകും, കയ്യിലിരിക്കുന്ന പൈസ മേടിച്ചുകൊണ്ട് പോകും. ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഒന്നും കൊടുക്കണ്ടല്ലോ, നമ്മൾ സ്വത്രാഴ്ച ഇട്ടാൽ മതി. എന്നിട്ട് അത് കേട്ട് കഴിഞ്ഞിട്ടോ, അത് കഴിഞ്ഞിട്ട് ഒന്നുമില്ല. എപ്പോഴും പാസ്റ്റർ ഇതാ പറയുന്നത്. യെസ്, പാസ്റ്റർ 1 പ്രാവശ്യം 10 പ്രാവശ്യം പറഞ്ഞാൽ തലേ കയറിയിട്ടില്ലെന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. തലേ കയറിയിട്ടല്ല, എവിടെയും കയറിയിട്ടില്ല. അതുകൊണ്ട് കർത്താവ് പറയടാ വീണ്ടും പറയടാന്ന് പാസ്റ്ററിനോട് പറയാം. ഈ ജനം കേട്ടിട്ടും അവർ ഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് വീണ്ടും again and again you speak. ആമേൻ. ഞങ്ങൾ അനേക ചർച്ചകൾ പ്ലാൻ ചെയ്തതിന് ശേഷം വന്നിവിടെ വന്ന് നിങ്ങളോട് പറയുക. കാര്യം ഒത്തിരി നാളുകളായിട്ട് പലയിടത്ത് പല ഗോഷ്ഠി കണ്ടതിന് ശേഷം പറയാം, we should not go into all these, you know, Hollywood drama, you know, in the church. Hallelujah. That is church. Church belongs to Jesus. Amen. We belong to Jesus. Amen. We have absolute order. Amen. In absolute, see, ശ്രദ്ധിച്ചിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ചില ചർച്ചിൽ ഭയങ്കര ഓർഡറാണ്, പക്ഷേ ഒരു ഫ്രീഡം ഇല്ല. ചില ചർച്ചിൽ ഭയങ്കര ഫ്രീഡം, ഒരു ഓർഡറും ഇല്ല. ബട്ട് വേർ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഇസ്, ദർ ഇസ് ഓർഡർ ആൻഡ് ഫ്രീഡം. രണ്ടുമുണ്ട്. അച്ചടക്കമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്.
ആമേൻ. ഹല്ലേലൂയ. ഏത് സ്വാതന്ത്ര്യത്തിൽ, ആത്മീയ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് എന്ത് തോന്നിവാസം കാണിക്കാനുണ്ടോ? അല്ല, ആത്മീയ സ്വാതന്ത്ര്യത്തിലും അതിൻ്റെതായിട്ടുള്ളൊരു ഡിസിപ്ലിൻ ഉണ്ട്. ആമേൻ. I have been to churches, in many parts of the world, and I've seen, ഞാൻ കണ്ടിട്ടുണ്ട്, ഭയങ്കര ഫ്രീഡമാണെന്നും പറഞ്ഞു വെച്ച് കാലം പറിച്ച്, if you are led to walk, stand on your head, go ahead. You have the freedom. പക്ഷേ there should be an order. There should be an order. ഹല്ലേലൂയ. അണ്ണേ, നമ്മൾ ഈ ഫ്രീഡത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ആമേൻ. യേശു പറഞ്ഞു, യു ഷാൽ നോ ദ ട്രൂത്ത്. നീ സത്യം അറിയും. എപ്പോഴാ? നീ ഈ വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിൽ ഡിസിപ്ലിൻഡ് ആകുമ്പോൾ, വെൻ യു സ്റ്റാർട്ട് ബിലീവിങ് ഇറ്റ്, അത് നിൻ്റെ ഹൃദയത്തിൽ ഉറച്ചാഴത്തിൽ ഇറങ്ങിക്കഴിയുമ്പോൾ, യു സ്റ്റാർട്ട് ടു നോ ദ ട്രൂത്ത്. ആൻഡ് ആ നോളജ് ഓഫ് ട്രൂത്ത് വിൽ ജസ്റ്റ് സ്റ്റാർട്ട് ടു ലിബറേറ്റ് യു ഫ്രം വിതിൻ. ആമേൻ. ഹല്ലേലൂയ. ദ ലിബറേറ്റിംഗ് പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്വതന്ത്രമാക്കുന്ന വചനത്തിൻ്റെ ശക്തി നമ്മുടെ അകത്തുനിന്ന് ഹല്ലേലൂയ വിട്ടുവെച്ച് നമ്മളെ പുറത്തു കൊണ്ടുവരും. ആമേൻ. ഹല്ലേലൂയ. യു ഷുഡ് ബി ഫ്രീ. ആമേൻ. there will be nothing, ഒന്നും നമ്മളെ പിടിച്ച് താഴെ കെട്ടത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ഈ സത്യം, where truth is absent, സത്യമില്ലാത്തടത്ത് എന്തോ വാഴും? ഭോഷ്ക്. Amen. Where truth is absent, lie will come in. Amen. Hallelujah. അണ്ണേ, പണ്ട് ഞങ്ങൾ ശുശ്രൂഷിക്കാൻ പോകണം, ഞാൻ ശുശ്രൂഷിക്കാൻ പോകണേ ഈ ആത്മീയ ഗോളത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ പെന്തക്കോസ്റ്റൽ ബിലീഫ് ഉള്ള സ്ഥലങ്ങളിൽ അവരിങ്ങനെ പറയും, ഭൂതത്തെ ഇറക്കല്ല് കേട്ടോ, ഇറക്കാൻ ശരിക്കും ഒരു നടത്തിപ്പുണ്ടേലേ പോകാവൂ. എന്നാൽ ഞാൻ ഈ ബൈബിൾ വായിച്ചിട്ടങ്ങ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ടില്ല. അല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ തിരിച്ചടി കിട്ടും. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ മണ്ടന്മാരെ പോലെ ആദ്യകാലങ്ങളിൽ ഇത് വിശ്വസിച്ച് നമ്മൾ വിചാരിച്ചു, ശരിയാ, ഭൂതത്തെ നമ്മൾ ഇറക്കാൻ പോയി അവൻ നമ്മുടെ പുറകെ വരുമെന്ന്. ഞാൻ പോയൊരു ഭൂതത്തെ പോയി ഇറക്കി, അതെൻ്റെ പുറകെ വന്നു. അതുപോലെ തന്നെ ഹല്ലേലൂയ. പിറ്റേ ദിവസം കാല് ഒടിഞ്ഞതുകൊണ്ട് പ്ലാസ്റ്റർ ഇട്ട് കിടന്നു. പ്ലാസ്റ്റർ ഇട്ട് കിടന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, കർത്താവേ ഇതെന്നാ ശുശ്രൂഷയാന്ന് ചോദിച്ചു. അതുകൊണ്ട് എന്നോട് പറഞ്ഞു, നീ അവന്മാർ പറഞ്ഞ ബോഷ്ക്ക് വിശ്വസിച്ചോണ്ടല്ലേ നടന്നു. നീ കണ്ട പെന്തക്കോസ്തുകാർ പറഞ്ഞ ബോഷ്ക്ക് നിന്നോട് വിശ്വസിക്കാൻ വചനം എടുക്കണമെന്ന് പറഞ്ഞു. വചനം എടുത്ത് ചോദിച്ചു, ഭൂതം എവിടാ പോകുന്നതെന്ന് ചോദിച്ചു. ഉണ്ടേ വചനം എടുത്ത് തുറന്നു വായിച്ചുണ്ടേ, നീ ഭൂതത്തെ ഇറക്കി വിട്ട് അത് വെള്ളമില്ലാത്തതും ഭരണതുമായ പ്രദേശത്തേക്ക് പോയി അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നതിന് ശേഷം വീണ്ടും തിരികെ ഇറക്കി വിട്ടവൻ്റെ അടുത്ത് വരുമെന്ന്, എൻ്റെ അടുത്ത് വരുമെന്ന് എവിടെ എഴുതിയിട്ടില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ചിലപ്പോ ഈ മണ്ടത്തരത്തിന് തൊഴി കിട്ടിയ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് അറിയോ? മറ്റാരും ഈ മണ്ടത്തരം കാണിക്കല്ലേ. ഹല്ലേലൂയ. 10,000 ഭൂതങ്ങളെ ഇറക്കി. ഒരു 18 വർഷമായിട്ട് അതായിരുന്നു പണി. അങ്ങനെ എല്ലാവരും ചോദിക്കുക, ഒരു പ്രശ്നമില്ല. ഞാൻ പറയും, ഒരു പ്രശ്നമില്ല. എപ്പോഴും ചോദിക്കുന്നതന്നെ, പ്രശ്നമൊന്നും ഇല്ലല്ലേ. കുഴപ്പം, പ്രശ്നം, ഇതെല്ലാമാണ് നമ്മുടെ മെയിൻ ഡോക്ടറേറ്റ് എടുത്ത വിഷയങ്ങളാണ്. അത് മാത്രമേ വായിക്കാത്തെന്ന് വരത്തുള്ളൂ. ബ്രദറെ, പ്രശ്നമൊന്നുമില്ലല്ലേ, പോരാട്ടം. ഇതിനകത്ത് നല്ല നമ്മൾ ഡെലിവേർഡ് ആണ്. വി മസ്റ്റ് ഗെറ്റ് ഔട്ട് ഓഫ് ഓൾ ദീസ് ഓൾഡ് ട്രേറ്റ്സ്. നമ്മുടെ അകത്ത് പഴയത് ഇങ്ങനെ പഴകി കിടക്കുന്ന അത് തന്നെ തകട്ടി ഛർദ്ദിച്ച് നമ്മളിങ്ങനെ നടക്കുക. ചോദിക്കുക, പ്രശ്നമൊന്നുമില്ല എന്ന്. ഓർത്ത് വയ്ക്കണം. കർത്താവിനെ സേവിക്കാൻ പോയ മിനിസ്ട്രി ആകുമ്പോൾ പ്രശ്നമില്ല എന്നാണ് ചോദിക്കുന്നത്. മിനിസ്ട്രി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നില്ല, പ്രശ്നമൊന്നുമില്ല എന്ന്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനത്തെ ആ ബോഷ്ക്ക് നമ്മൾ കേട്ട് കഴിയുന്നുണ്ടെങ്കിൽ എന്തിനാ? അതിന് നമ്മുടെ ഉള്ളിൽ സ്ഥാനം കൊടുക്കും. അത് നമ്മുടെ ഉള്ളിൽ സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ പിശാചിന് അത് ഡോറ് തുറന്നു കൊടുക്കും. പിശാച് വന്ന് നമ്മളെ നിരത്തും. കാര്യം എന്നാ? You are believing in a lie instead of a truth. So when you believe in a lie, you put yourself in bondage. നമ്മൾ ഒരു ബോഷ്കിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കെട്ടപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കും. യെസ്. ഇന്ന് വിശ്വാസ സഭയിലിരിക്കുന്ന ഒത്തിരി പേര് കെട്ടപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഒത്തിരി കള്ളങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ബോഷ്കിൻ്റെ ആത്മാവാരുടെയാ? അതുകൊണ്ടാണ് യേശു പിന്നെ പറയുന്നുണ്ട് അവന്മാരോട്, നിന്റെ അപ്പം ബോഷ്കനാ, അതിൻ്റെ ആത്മാവാണ് നിൻ്റെ അകത്തുനിന്ന്. That is why you are telling lies.
ഹല്ലേലൂയ. ഉടനെ നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമ്മളെ സ്വതന്ത്രരാക്കാനാണ്, ഇല്ലേ? യാതൊരു കള്ളത്തിനും നമ്മുടെ മേൽ സ്ഥാനമില്ല. ഇന്നലെ ഞങ്ങൾ പറയാം, ദൈവം എപ്പോഴും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇല്ലേ? ദൈവം എപ്പോഴും നമ്മളെ അറിഞ്ഞുകൊണ്ടിരിക്കുക, ദൈവം എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക, ഇല്ലേ? നമ്മളെവിടെ ആയിരിക്കുന്നു ആ സ്ഥാനത്തെല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുക, അല്ലേ? നമ്മൾ കാണാത്ത നമ്മുടെ ജീവിതത്തിൻ്റെ വശങ്ങൾ വരെ ദൈവം കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ കാണാത്ത നമ്മുടെ ജീവിതത്തിൻ്റെ വശങ്ങൾ വരെ ദൈവം കണ്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം തന്നെ ദൈവം നമുക്ക് വേണ്ടി മൂവ് ചെയ്ത് കഴിഞ്ഞു. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി അഡ്വാൻസ് ആയിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞിരിക്കുക, നമ്മുടെ ലൈഫ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് കണ്ടോണ്ട്. കാര്യം എന്നാ, അവിടെ ചെന്ന് നമ്മൾ കുഴപ്പത്തിൽ ചാടല്ലേ. We should not end up in trouble. So God has moved in advance before us. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നിനക്ക് മുൻപായി പോകുന്ന സൈന്യത്തിൻ്റെ നായകനായ ഹല്ലേലൂയ യേശു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഈ അടിമത്വം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അടിമത്വം, സ്ലേവറി, ഇല്ലേ? ഫ്രീഡത്തിന്, സ്വാതന്ത്ര്യത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഗതിയാണ് സ്ലേവറി, അല്ലേ? ബോണ്ടേജ്, അല്ലേ? സ്ലേവറി ഈസ് ഓൾവേസ് എന്തുവാ, എന്നേക്കാൾ ബലവാൻ എൻ്റെ മേലെ അധികാരമെടുത്ത് എന്നെ കീഴ്പ്പെടുത്തി എന്നെ ചൂഷണം ചെയ്യുന്നതാണ് സ്ലേവറി. ആമേൻ. എന്നേക്കാൾ ബലവാനായവൻ, the one who is stronger than me brings me under, അവൻ്റെ കീഴിൽ എന്നെ ആക്കി, അവൻ്റെ മുഖം എൻ്റെ മേൽ വെച്ച് എന്നെ അടിച്ചമർത്തി, ഒപ്രസ് ചെയ്ത്, യുനോ, ആൻഡ് ഹീ ടേക്സ് അഡ്വാൻറ്റേജ് ഓഫ് മീ, എന്നെ ചൂഷണം ചെയ്യും, അല്ലേ? അതാണ് സ്ലേവറി. ആമേൻ. ഈ സ്ലേവറി എന്ന് പറയുന്നത് ഈസ് ഡിമോണിക്, അത് പൈശാചികമാണ്, അത് പൈശാചികമാണ്. എവിടെ നമ്മൾ അടിച്ചമർത്തപ്പെടുന്നു, ഹല്ലേലൂയ, അവിടെ നമ്മുടെ എഫക്റ്റീവ്നെസ് പോയി. നമ്മുടെ ശരിയായിട്ടുള്ള അവസ്ഥ അവിടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ആമേൻ. അത് നമ്മുടെ ഭവനത്തിലായാലും, നമ്മുടെ സൊസൈറ്റിയിലായാലും, നമ്മുടെ ജോലി സ്ഥലത്തായാലും, നമ്മുടെ എവിടെ ആയിരുന്നാലും, ആമേൻ, നമ്മളെ അടിച്ചമർത്തുന്ന, അല്ലെ നമ്മളെ കീഴ്പ്പെടുത്തുന്ന അവസ്ഥകൾ, ഹല്ലേലൂയ. അല്ലേ? യേശു പറയുന്നത്, അതിനകത്തു നിന്നെല്ലാം ദൈവം നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുക. ഹല്ലേലൂയ. നമ്മൾ അറിയത്തുപോലുമില്ല ചില സാഹചര്യങ്ങൾ പിശാച് നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവന്ന് പയ്യെ നമ്മളെ അങ്ങ് ഒതുക്കും. ഹല്ലേലൂയ. ഈ നമ്മളെ കീഴ്പ്പെടുത്തുന്ന ആൾക്കാർ എന്ത് ചെയ്യും? അവർ നമ്മളെ ഡോമിനേറ്റ് ചെയ്യും, ഇല്ലേ? അവർ നമ്മളെ മേൽ അധികാരം സ്ഥാപിക്കും. അവർ നമ്മളെ കൺട്രോൾ ചെയ്യും, അവർ നമ്മളെ കൺട്രോൾ ചെയ്യും, നിയന്ത്രിക്കും, ഇല്ലേ? പിന്നെന്തോ ചെയ്യും? അവർ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യും, നമ്മളെ വഴി തെറ്റിച്ചു കൊണ്ടുപോകും. നമ്മളിങ്ങനെ നമ്മുടെ ശരിയായിട്ടുള്ള ചിന്തയെ അവരെന്ത് ചെയ്യും? മാറ്റിക്കൊണ്ടു പോകും. കാര്യം എന്നാ? അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പോകാനായിട്ട്, ഇല്ലേ? എന്നിട്ട് നമ്മളെ ഡിസീവ് ചെയ്യും, കളിപ്പിക്കും, വഞ്ചിക്കും, നമ്മളെ കറപ്റ്റ് ചെയ്യും, നമ്മളെ ടോട്ടലി തെറ്റിച്ച് കളയും. ആമേൻ. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാവോ? എന്നിട്ട് നമ്മളെ ഭയത്തിന് കീഴിലാക്കും, ഭയത്തിന് കീഴിലാക്കും, ഇല്ലേ? ഹല്ലേലൂയ. ഈ ചൂഷണം ചെയ്യുന്നവൻ്റെ സ്വാർത്ഥതയ്ക്ക് നമ്മളറിയാവും, ഇല്ലേ? ആമേൻ. ശ്രദ്ധിച്ചു കേട്ടോണം. കാര്യം ഏതൊക്കെ സ്ഥാനത്ത് ഭയം നമ്മുടെ മേൽ കടന്നു വരുന്നോ, ശ്രദ്ധിച്ചു കേട്ടോണം, അവിടെ വി ആർ അണ്ടർ സ്ലേവറി, അണ്ടർ സ്ലേവറി. പേടിക്കും. ഇറ്റ് ഈസ് നോട്ട് ഒരു സംഗതി നമ്മളെ ശബ്ദം കേട്ട് പേടിച്ച പോലെ ഉള്ള കാര്യമല്ല. ഇറ്റ് ഈസ് അബൌട്ട് ഭയം നമ്മളെ ഭരിക്കുക. എനിക്കങ്ങ് വലിയ ഭയമാണ്, വലിയ
ഭയമാ. എന്തുവാ? എനിക്കറിയാൻ വയ്യ പാസ്റ്ററെ എന്തോ സംഭവിക്കുമെന്ന്. എനിക്ക് എന്താ അറിയാൻ വയ്യ? ഒന്നും സംഭവിക്കത്തില്ല. കാര്യം എന്നാ? എനിക്ക് നല്ല നിശ്ചയമാ, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ഇത് വലിയൊരു പ്രശ്നമാണ്, പക്ഷേ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. പ്രശ്നക്കാരനല്ല, പ്രശ്നം സോൾവ് ചെയ്യുന്ന ആളാണ്. ആമേൻ. സ്തോത്രം. ആമേൻ. ഉടനെ ഭയം എവിടെ പോയി? ഭയം പോയി. ആമേൻ. ഫിയർ വെന്റ് ഔട്ട്. ഇല്ലേ? ഉടനെ ഭയം നമ്മുടെ ഉള്ളിൽ വരുന്നത് എന്തുകൊണ്ടാ? We are doubting the love of God. We are doubting the truth about the love of God, which puts us in bondage to fear. Amen. ആ സ്പിരിറ്റിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക, ഓപ്പൺ അപ്പ് ചെയ്യുക. ആമേൻ. സഭയിലിരിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഒത്തിരി സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടേ, പെട്ടെന്ന് ഭയം ഇങ്ങനെ ക്രീപ്പ് ചെയ്ത് വരും. എന്തിനാ? ബിക്കോസ് ഇറ്റ് വാണ്ട്സ് us to be in bondage. നമ്മളെ ബന്ധനത്തിലാക്കാൻ. Amen. So God is wanting to set us free completely. പൂർണ്ണമായിട്ട്. ഇസ്രായേൽ മക്കളെ ഈ വാക്യം ഒന്ന് വായിക്കണം. ഇസ്രായേൽ മക്കൾ, നമ്മളെപ്പോഴും പറയാം ഇസ്രായേൽ മക്കളെ ദൈവം വിളിച്ചതല്ലേ. അല്ലേ? പുറപ്പാട് പുസ്തകം 3:7 തൊട്ട് 9 വരെ ഒന്ന് വായിച്ചാട്ടെ. അതുപോലെ ആരേലും പുറപ്പാട് പുസ്തകം, ഞാൻ പറഞ്ഞ ആദ്യമേ 3:7 തൊട്ട് 9 വരെ, ഒരാൾ പുറപ്പാട് പുസ്തകം 6:5 6 വായിക്കുക. ആ ആ മതി. ഹല്ലേലൂയ. അടുത്ത 5:6 അല്ല ഏതാ പറഞ്ഞേ? 6:5 6 കേട്ടു. ആ മതി. സ്തോത്രം. ശ്രദ്ധിച്ചു കേട്ടോണം. ഇസ്രായേൽ മക്കളെ വിടുവിച്ച എവിടുന്ന? ഓക്കെ, അടിമത്തത്തിൽ. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോ. ഫ്രം ദ പ്ലേസ് ഓഫ് സ്ലേവറി ആൻഡ് ഫ്രം ദ ഡൊമൈൻ ഓഫ് സ്ലേവറി. എന്നുവെച്ചാൽ നിന്നെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു, അടിമത്തത്തിൽ നിന്നും വിടുവിച്ചു. രണ്ട് വിടുതല. നമ്മൾ മിക്കവാറും പറയുന്നത് എന്നാ, അവിടുന്ന് പുറത്തു കൊണ്ടുവന്നതല്ല. രണ്ട് വിടുതലാ കൊടുത്തേ ദൈവം. പക്ഷേ അവരേറ്റെടുത്തത് ഒരെണ്ണമാണ്. അത് പാതി വഴിയായപ്പം അതിൻ്റെയും കാറ്റുപോയി. രണ്ടുപേരെ പുറത്തു കൊണ്ടുവന്നവരെ കനാനിൽ എത്തിക്കാനായിരുന്നു. അവർ കനാനിൻ്റെ അതിർത്തി വരെ വന്നിട്ട് അവിടെ ചത്തു വീണു. രണ്ടെണ്ണം അകത്ത് കയറിയുള്ളൂ. ശരിയല്ലേ? ആ, പിന്നെ അവരെ കൊണ്ടുവന്ന് അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ഫ്രം സ്ലേവറി ആൻഡ് ഫ്രം ഈജിപ്റ്റ്. ദൈവം ഓർത്തു വെക്കണം, നമ്മുടെ പാപത്തിൻ്റെ കെട്ടിൽ നിന്നും പാപത്തിൻ്റെ അവസ്ഥകളിൽ നിന്നും ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവന്നു. ആമേൻ. ഹല്ലേലൂയ. രണ്ട് സംഗതിയാ. വൺ ഈസ് ദ പ്ലേസ്, ദി അതർ വൺ ഈസ് ദി ആക്ഷൻ. ആമേൻ. ഓർ ദ കണ്ടീഷൻ. ആമേൻ. നമ്മുടെ കണ്ടീഷനിൽ നിന്നും നമ്മളായിരിക്കുന്ന ആ സ്ഥലത്ത് നിന്നും ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവന്നു. ആമേൻ. ഹല്ലേലൂയ. സോ രണ്ട് രീതിയിലുള്ള ഡെലിവറൻസ് നമുക്ക് കിട്ടിയെന്ന് എന്ത് ചെയ്യണം? നമ്മൾ വി മസ്റ്റ് ബിലീവ് ഐ ആം ഔട്ട് ഓഫ് ദാറ്റ് പ്ലേസ് ആൻഡ് ഐ ആം ഔട്ട് ഓഫ് ദാറ്റ് കണ്ടീഷൻ. ആമേൻ. അണ്ണേ, എന്നേലും ഈ ഒരു കണ്ടീഷൻ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്, എന്ത് ചെയ്യണം? നമ്മൾ immediately we should say, I am out. God has set me free. Amen. നമ്മൾ എന്നേലും അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോഴേ നമ്മൾ പറയണം, no, I will not be contained in this place.
ഹല്ലേലൂയ. ഐ വിൽ നോട്ട് ബി, എന്നെ ഈ സ്ഥലത്ത് ഒതുക്കി ഇവിടെ നിർത്തി ഇതിൻ്റെ അന്ധകാരത്തിൻ്റെ വ്യാപാരം എൻ്റെ മേൽ വ്യാപരിക്കാൻ സമ്മതിക്കത്തില്ല. കാര്യം യേശു എന്നെ വിടുവിച്ചിരിക്കുക. നമ്മൾ എളുപ്പം ചാടി യേശുവിൻ്റെ അടുത്ത് ചെല്ലുക എന്നുള്ള. ആമേൻ. അല്ല നമ്മൾ അവിടെ കടന്നു വെച്ചു, അയ്യോ ഇത് വലിയ പ്രശ്നമായി, ഇത് ഭയങ്കരമായി, ഇത് മറ്റേതാ മറിച്ചേതാ. നമ്മൾ അത് പറയുന്നതിന് പകരം നമ്മൾ ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് അതിനകത്തോട്ട് നമ്മളെ തന്നെ മൂവ് ചെയ്യണം. വി മസ്റ്റ് മൂവ് ഇൻ ടു ദാറ്റ്. ആമേൻ. ഹല്ലേലൂയ. ഈ പുറപ്പാടിൻ്റെ 20:1-3 ഇങ്ങനെ പറയുന്നുണ്ട്, ഐ ആം ദ ലോർഡ് ഹു ഗോഡ് യു ബ്രോട്ട് യു ഔട്ട് ഓഫ് ഈജിപ്റ്റ് ആൻഡ് ഔട്ട് ഓഫ് ദ ഹൗസ് ഓഫ് സ്ലേവറി. പുറപ്പാടിൻ്റെ 20:1 വായിച്ചാട്ടെ, എളുപ്പം പെട്ടെന്ന്. മതി. സ്തോത്രം. മിസ്രൈമിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നു, അടിമത്തത്തിൽ നിന്ന് എന്നെ ഞാൻ പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. കർത്താവ് ശ്രദ്ധിച്ചോട്ടണം. കാര്യം നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ചില ഏരിയാസിൽ ഭയം കടന്നു വന്നിട്ടുണ്ട്. നമ്മൾ അറിയുന്നില്ല. അതവിടെ മറഞ്ഞു കിടക്കും. എന്ത് പേരും നമ്മൾ ചെയ്യാൻ മുന്നോട്ട് പോകുന്നുണ്ട്, ഇവൻ നമ്മളെ പുറയുന്ന ഒറ്റപ്പിടി പിടിക്കും. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഒരു കള്ളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പോഷ്കിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിക്കുന്നുണ്ട്. നമ്മളത് ശരിക്കും മനസ്സിലാക്കണം. എന്നെ ദൈവം ഇതിനകത്ത് നിന്നെല്ലാം വിടുവിച്ചിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. We need to believe that we are indeed free and exercise our freedom. ആ ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യണം? എക്സസൈസ് ചെയ്യണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് we have freedom to move forward. We have freedom to fly high. ഇല്ലേ? പറന്നുയരാനുള്ള സ്വാതന്ത്ര്യം. ദൈവത്തിൻ്റെ സത്യം മുറുകെ പിടിച്ചുകൊണ്ട് പറന്ന് ഉയരാൻ. ഹല്ലേലൂയ. തടസ്സങ്ങളെ മറികടന്ന് മുന്നോട്ട് നീങ്ങാൻ. ആമേൻ. ഫ്രീഡം. We have freedom. ഹല്ലേലൂയ. ഈ ഫ്രീഡം നമ്മൾ റിയലൈസ് ചെയ്തില്ലെങ്കിൽ, we are not most of the time aware that we are free. ചിലയിടത്തൊക്കെ ചെന്നേച്ച് സാഹചര്യം നമ്മളിങ്ങനെ ചുറ്റിക്കഴിയുന്നുണ്ട്, പെട്ടെന്ന് നമ്മൾ വിചാരിക്കുക പെട്ടുപോയി. നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല, ഐ ആം ഓൾറെഡി ഫ്രീ. ഹല്ലേലൂയ. രോഗം എന്നെ പിടിപെട്ടു, പക്ഷേ യു മസ്റ്റ് റിയലൈസ് ഐ ആം ഫ്രീ. ആമേൻ. Hallelujah. I am set free from everything through Jesus Christ. അല്ലേ? ഞങ്ങളുടെ വീട്ടിലൊരു ഒരു 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 മൈന ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു കുരങ്ങനെ വരെ ഞാൻ വളർത്തി കുറേ നാള്. അത് അന്ന് ഞാൻ ഡാർവിൻ്റെ കൂടെ നടന്നപ്പോൾ ഉള്ള സ്വഭാവമായിരുന്നു. മനുഷ്യൻ കുരങ്ങനാ വന്നതെന്നൊക്കെ. അങ്ങനെ കുരങ്ങിനെയും വളർത്തി ഒരു ചെറിയ സൂ പോലാക്കി വീട്. കാര്യം മൃഗലക്ഷണമാതെ. ആമേൻ. ഞാൻ പറഞ്ഞു, അമേരിക്കക്കാർ ഈ പട്ടിപ്രേമം കൂടി ഒരു ലിമിറ്റ് വിട്ടുള്ള പട്ടിയെ സ്വർഗത്തിൽ വരെ മില്യൺസ് പട്ടിക്ക് എഴുതി കൊടുക്കുക, പട്ടിയെ കൂടെ കിടത്തുക. നീ മൃഗത്തിൻ്റെ കൂടെ കിടക്കല്ലെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അധികമായിട്ട് നമ്മളൊന്നും ചെയ്യല്ലേ. ഏതാ? See, they have a loneliness which has gripped them and made them love dog more than God. ആരെന്നോട് കയർത്താലും എനിക്ക് വിഷയമൊന്നുമില്ല, ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത്. ആമേൻ. ഹല്ലേലൂയ. ഈ മൈനയെ ഒരു ദിവസം എനിക്ക് തോന്നി ഇതിനെ അങ്ങ് തുറന്നു വിട്ടാൽ ഇതിനങ്ങ് ലെറ്റ് ഇറ്റ് ഗോ. ഞാൻ അതിൻ്റെ കൂടിൻ്റെ ഡോറ് അങ്ങ് ഓപ്പൺ ചെയ്തു. കൂടിൻ്റെ ഡോറ് ഓപ്പൺ ചെയ്തു. ഞാൻ പറഞ്ഞു, നീ പൊക്കോ, ഫ്രീ. അതാ കമ്പയിൽ ഇങ്ങനെ ഇരിക്കുക. അത് കൂട് തുറന്ന് വെച്ചേ, അതിന് പോകണ്ട. ഞാൻ പറഞ്ഞു, ഈ പന്ന പക്ഷിക്ക് എന്നാ, ഇതിന് തലയ്ക്ക് ബോധമില്ലേ? ശരിയാ, കറക്റ്റ്, അതിന് ബോധമില്ല. കാരണം അതിനൊക്കെ ഇങ്ങനെ പിടിച്ചു, കൈയിട്ട് പിടിച്ചേച്ച്. നമ്മൾ കൈയിട്ട് പിടിക്കാൻ ചെന്നാൽ വലിയ പറക്കലാണ്. പിടിച്ചേച്ച് ഞാൻ പിടിച്ച് ഒതുക്കി ഞാൻ കൊണ്ട് ഡൈനിങ് ടേബിളെ കൊണ്ടങ്ങ് വെച്ചതിനെ. ഇത് ആ ജനലും തുറന്നിട്ടു. നീ
പൊക്കോ, നിന്നെ ഞാൻ വിടുക, പൊക്കോ. ആ, അതാ ഡൈനിങ് ടേബിളൊക്കെ ഇരുന്ന് ചെന്തൊക്കെ കൊത്തി 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 ഇങ്ങനെ ഇരിക്കുക. അത് പോകുന്നില്ല. ഏതാ, ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഇതിനെ കൊണ്ട് ജനലിൻ്റെ കമ്പിയെ കൊണ്ട് ഇരുത്തി ജനലിൻ്റെ കമ്പിയെ കൊണ്ടിരുത്തിയുണ്ടല്ലോ, അതിൽ നിന്ന് അത് പറന്ന് ഡൈനിങ് ടേബിളെ വന്നു. കുറച്ച് നേരം ഡൈനിങ് ടേബിളെ ഇരുന്ന് വെച്ചാൽ അത് പറന്ന് വീണ്ടും കൂട്ടിനകത്ത് കയറി. നമ്മളങ്ങനെ പലപ്പോഴും. കർത്താവ് പറഞ്ഞു നിന്നെ ഞാൻ സ്വതന്ത്രമാക്കിയേക്കാന്ന്. നമുക്ക് ആ ബോധം ശരിക്ക് വരുന്നില്ല. ദാറ്റ് ഐ ആം ഫ്രീ എന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ ഇറ്റ് ഇസ് നോട്ട് കമ്മിങ്. We are like this bird. We choose to stay in our mind bound even though we are free. Hallelujah. ആ പക്ഷിയെ പോലെ we are not aware of our freedom. We have not realized our freedom. We have not come in terms with our freedom. നമ്മൾ ആ സ്വാതന്ത്ര്യമായിട്ട് നമ്മൾ അങ്ങോട്ട് പൊരുത്തപ്പെടാൻ നമുക്ക് പറ്റുന്നില്ല. കാര്യം 400 വർഷം അവനെ, 400 വർഷം ഇല്ലെങ്കിൽ ഒരു 300 വർഷമില്ല അടിമത്തത്തിൽ അവിടെ കിടന്നു കഴിഞ്ഞാൽ ഇറങ്ങി വന്നപ്പോൾ ഇവൻ എന്താ ചിന്തിക്കുന്നത്? ഓ, കാലേ ചങ്ങലയുണ്ട്, കയ്യെ ചങ്ങലയുണ്ട്, പുറത്ത് പാണ്ട് ചാട്ട വരുന്നെന്നൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് എണ്ണി ഞെട്ടി ഉണരുക. കാര്യം എന്നാ? എന്നിട്ട് പേടിയാ. ഓ, ഞങ്ങളിവിടെ നശിച്ചു പോവും, ഞങ്ങളിവിടെ പെട്ടുപോകും, എല്ലാം പെട്ടുപോകുന്ന കാര്യമേ മനസ്സിലുള്ളൂ. 10 സ്റ്റെപ്പ് വെച്ചേച്ച് പറയാം, ഇപ്പൊ പെട്ടുപോകും, നീ ഞങ്ങളെ കൊല്ലാനാന്നോ കൊണ്ടുവന്നേ. കാര്യം എന്നാ? അവിടെ എല്ലാ ദിവസവും പറഞ്ഞതിനെ കൊന്നുകളയോടാ, പണിയെടുത്തോടാ. അത് കേട്ട് പുറത്തിറങ്ങി വന്ന് 10 സ്റ്റെപ്പ് വെക്കുന്നുണ്ടെ പുറയുന്നൊരു ശമം, കൊന്നുകളയോടാ. ഏത് സാഹചര്യത്തിൽ വന്നാലും പെട്ടെന്ന് പഴയ ഒരശരീരി കേൾക്കുന്നു, ചത്തുപോകും, കൊന്നുകളയും. എന്നാൽ തിരിച്ചു എന്താ ചോദിക്കുക, നീ ഞങ്ങളെ കൊല്ലാനാന്നോ കൊണ്ടുവന്നേ? പിന്നെ ദൈവത്തോടാ ചോദിക്കുന്നത്. ഏതാ? ഹല്ലേലൂയ. പുറത്തിറങ്ങി വന്നിട്ടും ആ റിയലൈസേഷൻ. അതുപോലെ ദൈവം തൻ്റെ ജനത്തെ പാപത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന ജനം ആ റിയലൈസേഷനിൽ എത്തിയില്ലെങ്കിൽ we will have a lot of people sitting in the church bound. അറിയാതെ നമ്മൾ ബൗണ്ടാ. ആ കിളിയുടെ കാര്യം പറഞ്ഞ പോലെ ഞാൻ ഈ മെസ്സേജ് എന്നിട്ട് ദൈവം എന്നെ കിളിയെ കാണിച്ചു തന്നു. ശരിക്കും നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ദാറ്റ് ഈസ് ഹൗ പീപ്പിൾ ആർ. No, when I was, so, പക്ഷേ and it really opened my eyes. How deceived we are. Because നമ്മൾ ഈ സത്യ ആഴത്തിലോട്ട് നമ്മുടെ ഹൃദയത്തിൽ വേരിറങ്ങി ശരിക്കും അതിൻ്റെ ഫലം പുറപ്പെടുവിക്കണം. അല്ലേ നമ്മളെപ്പോഴും ഈ പറഞ്ഞ പോലെ പ്രശ്നവും കുഴപ്പവും പോരാട്ടവും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ബന്ധനം തന്നെ പണ്ടത്തെ കവി പറഞ്ഞ പോലെ അവനോ ബന്ധിക്കപ്പെട്ടിരിക്കുക, പാവം പിടിച്ച കിളിയെക്കുറിച്ചും അതാ പാടുന്നവൻ. സോ സ്തോത്രം. ഞാനത് ഇതുവരെ ഒത്തിരി നാളായി മറന്നുപോയത്. ഗലാത്യ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയേക്കുന്നു, അബ്രഹാമിന് 2 സന്തതികളുണ്ടായി. ഗലാത്യ ലേഖനം 4-ാം അധ്യായം. ആമേൻ. Abraham had 2 sons. One was of a bond woman. ഇല്ലേ? One was of a free woman. Amen. The bond woman's son will never inherit the promise. Amen. The free woman's son is the inheritor of the promise. Amen. Hallelujah. നമ്മളെ എങ്ങനെ ജനിച്ചവരാ? വി ആർ ബോൺ ഇൻ ഫ്രീഡം. നമ്മൾ സ്വാതന്ത്ര്യത്തിൽ ജനിച്ചവരാ. നമ്മൾ അടിമത്തത്തിൽ ജനിച്ചവരെ പോലെ ആയിത്തീരരുത്. ഹല്ലേലൂയ. ആയിത്തീരരുത്. ദാറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ. ആമേൻ. ഹല്ലേലൂയ. ജഡത്തിൽ ജനിച്ചത് ബൗണ്ട്. വാട്ട് ഈസ് ബോൺ ഇൻ ദ സ്പിരിറ്റ്? രാവിലെ കേട്ടു ഇല്ലേ? സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ യോഹന്നാനാ ഇല്ലേ? പക്ഷേ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാൾ
വലിയ കാര്യം എന്നാ? ദൈവരാജ്യത്തിൽ ജനിച്ചവൻ ആത്മാവിൽ ജനിച്ചതാ. ആമേൻ. ഹല്ലേലൂയ. That is why he is greater than John the Baptist. ആമേൻ. ഹല്ലേലൂയ. നമ്മളെ വേറൊരു ലെവലിലോട്ടാ ദൈവം. ഹല്ലേലൂയ. God opened a totally different level for his children. Amen. That were born of Christ. Hallelujah. നമ്മൾ ഈ ജനനം ഏറ്റെടുത്തപ്പം we did not receive a spirit of slavery. റോമാലേഖനത്തിൽ പറഞ്ഞ we did not receive a spirit of അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല നമുക്ക് ലഭിച്ച്, പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് ലഭിച്ച്, ഇല്ലേ? സോ നമ്മുടെ അകത്തിരിക്കുന്ന സ്പിരിറ്റും ഫ്രീ സ്പിരിറ്റാ. ആമേൻ. So we don't need to be bound to anything. ഈ ഭൂമിയിലെ ഒരു സംഗതിക്കും നമ്മൾ കെട്ടപ്പെടേണ്ട ആവശ്യമില്ല. ആമേൻ. ഈ ഭൂമിയിൽ നമ്മളെ കെട്ടിയതിൽ നിന്നല്ല സ്വർഗത്തിലെ ദൈവം നമ്മളെ അഴിച്ചിരിക്കുക എന്നുള്ള അത് സത്യം നമ്മുടെ അകത്തോട്ട് കയറണം. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഈ അടിമത്തത്തിൻ്റെ നുഖത്തിന് കീഴിൽ നമ്മളെ തന്നെ വെച്ചു കൊടുക്കുന്നത്. രാവിലെ നമ്മൾ കേട്ട പോലെ we must not bring ourselves under the yoke of slavery, but we must come under the yoke of Christ. Hallelujah. You know, this morning ഞാൻ ഇന്ന് രാവിലെ പറയായിരുന്നു യേശുവിൻ്റെ നുഖത്തിൻ്റെ കീഴിൽ വരുന്നുണ്ട്. ഞാൻ ഈ കാളെ പൂട്ടുന്ന കാര്യം പറഞ്ഞു. When you plow the field with bullocks, with a plow, they have a yoke in the on both the necks, you know, and they have a plow in the middle. ആ ഉഴുതുകൊണ്ട് പോകുന്ന ആ പ്ലവിൻ്റെ രണ്ട് സൈഡിൽ രണ്ട് കാളയുണ്ട്. ഈ പുറത്തെ കാള അല്ലെങ്കിൽ വലതുവശത്തെ കാള ഇങ്ങനെ നമ്മൾ ഈ നിലം ഉഴുതി ഇങ്ങനെ കറങ്ങുന്നതെങ്കിൽ ഒരു ആദ്യത്തെ കാള 3 വർഷം മുമ്പ് മേടിച്ചെന്നും ഇപ്പോഴത്തെ കാള 1 വർഷം മുമ്പ് അല്ലെങ്കിൽ 6 മാസം മുമ്പ് മേടിച്ചാണെങ്കിൽ ഈ എക്സ്പീരിയൻസ് കുറഞ്ഞ കാളയെ ഇടതുവശത്ത് കെട്ടും, മൂത്ത കാളെ വലതുവശത്ത് കെട്ടും. കാര്യം എന്നാ? അവന് നല്ല പരിചയമാണ് ഉഴുത്. അങ്ങനെ കെട്ടിയിട്ട് ഇറക്കി വിടുന്നുണ്ടെങ്കിൽ ആദ്യമേ ഒരു റൗണ്ട് അടിക്കുമ്പോൾ തന്നെ അപ്പുറത്തവന് മനസ്സിലാവും ഇങ്ങനെയാ പോകുന്നത്, ഈ റൗണ്ടിലാണ് ഇപ്പം നമ്മൾ പോകുന്നത്. അതുകൊണ്ട് എക്സ്പീരിയൻസ് ഉള്ള കാളെ അപ്പുറേ കിട്ടും. കാര്യം എന്നാ? എക്സ്പീരിയൻസ് ഇല്ലാത്തവനെ ഇവൻ തിരിക്കും. എക്സ്പീരിയൻസ് ഇല്ലാത്തവനെ മറ്റവൻ അവിടെ ചെന്നിട്ട് ഇങ്ങനെ നേരെ പോകാൻ പോകുന്നുണ്ട്, ഇങ്ങനെ മറ്റവൻ പിടിച്ച് തിരിച്ചവനെ കൊണ്ടുവരും. ഹല്ലേലൂയ. യേശുവിൻ്റെ നുഖത്തിന് കീഴിൽ വരുന്നുണ്ടേ. ഹല്ലേലൂയ. എന്നെ എവിടെ തിരിക്കണമെന്ന് യേശുവിനറിയാം. യേശു അപ്പുറമുണ്ട്, നമ്മളെ കറക്കി തിരിച്ചെത്തേണ്ടടുത്ത് എത്തിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞ് ലേൺ ഫ്രം മീ, ടേക്ക് മൈ യോക്ക് അപ്പോൺ യു സോ ദാറ്റ് ഐ ക്യാൻ ടീച്ച് യു and you can learn and you can reach where I want you to reach. Amen. എല്ലാം ഒരു കീഴ്പ്പെടുന്നതിൻ്റെ സംഗതിയാണ്. ഏതാ? ഇപ്പം ഞാൻ ഇവിടെ വന്ന് ഞാൻ വലിയ ആളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആരാ ഇവിടെ വലിയവൻ? യേശു ഒരുവൻ മാത്രമേ വലിയവനുള്ളൂ. There is only one who is great and that is Jesus. Amen. If you have received everything from him. Hallelujah. അവനിൽ കൂടാതെ നമുക്കൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഒരു വാക്യം നമുക്ക് വായിക്കാം. എസ്രായുടെ ബുക്ക് ഓഫ് എസ്ര. ഒമ്പതാം അധ്യായം 7-8 വാക്യങ്ങൾ വായിച്ചോ. 9-ാം അധ്യായം 7-8 വാക്യങ്ങൾ. എസ്ര ഒരു സ്ക്രൈബായിരുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതലുള്ള കാര്യമാണ് പറയുന്നത്. പറഞ്ഞു. വലിയ കുറ്റക്കാരായിരിക്കുന്നു നിമിത്തം സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങളുടെ കയ്യിലിരിപ്പ് കാരണം ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം പോലെ ഒരു കാര്യം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ കയ്യിലിരിപ്പ് കാരണം ഞങ്ങൾ വാളിനും കവർച്ചയ്ക്കും പിന്നെ എന്താ പറഞ്ഞേ ശ്രദ്ധിച്ചു കേട്ടോ. 5 കാര്യം പറയുന്നുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോ. നമ്മളെ എവിടുന്നൊക്കെ ദൈവം വിടുവിച്ചെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിലിരിപ്പ് മോശമായതുകൊണ്ട് നമ്മൾ ആ അവസ്ഥയിലായിപ്പോയി. പക്ഷേ
ദൈവം നമ്മളെ വിടുവിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്നെല്ലാം പുറത്തു വന്നു. ഒന്ന്, അധികാരികളുടെ കയ്യിൽ നിന്ന്, നമ്മളെ അധികാരത്തിന് കീഴ്പ്പെടുത്തുന്ന രാജാക്കന്മാർ അല്ലേ. ഉടനെ ഈ ദേശാധിപതിയ ശക്തികൾ, അന്ധകാരത്തിൻ്റെ ശക്തികൾ, ആമേൻ ഹല്ലേലൂയ, റൂളേഴ്സ്, പവേഴ്സ്, എല്ലാത്തിൻ്റെയും കീഴിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചു. ഒന്ന്. രണ്ടാമത് തന്നെ വാളിൻ്റെ കീഴിൽ നിന്ന്, എന്ന് വെച്ചാൽ നമ്മളെ വെട്ടിക്കീറുന്ന അവസ്ഥകളുടെ എന്നെല്ലാം ദൈവം നമ്മളെ വിടുവിച്ചു. രണ്ടാമത് തന്നെ ഫ്രം ക്യാപ്റ്റിവിറ്റി, പ്രവാസം, നമ്മളെ പിടിച്ചോണ്ട് പോയി ഒരിടത്ത് വെച്ച് അകപ്പെടുത്തിയിരിക്കുന്ന അവസ്ഥകളിൽ നിന്നെല്ലാം ദൈവം നമ്മളെ വിടുവിച്ചു. പിന്നെന്താ കവർച്ച, എന്ന് വെച്ചാൽ നമ്മളെ വന്ന് മോഷ്ടിച്ച് നമ്മുടെ എല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥകളിൽ നിന്ന് ദൈവം നമ്മളെ പിന്നെന്താ വിടുവിച്ചേ? ഷെയിം, നാണക്കേടിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചു. ഇതൊക്കെ നമ്മുടെ പഴയ കയ്യിലിരുന്ന അവസ്ഥ കാരണം നമ്മുടെ മേൽ വന്ന. പക്ഷേ ഇന്ന് God has delivered us from, അതിൻ്റെ അടുത്ത വാക്യം വായിക്കുന്നുണ്ടേ നമ്മൾ മനസ്സിലാക്കും, ദൈവം നമ്മളെ ഇതിൽ നിന്നെല്ലാം, ഹല്ലേലൂയ, ഇതിൽ നിന്നെല്ലാം പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ, പുറത്തു കൊണ്ടുവന്നു. ആമേൻ. കവർച്ചയിൽ നിന്ന്. നമ്മുടെ വീട്ടിൽ ഏറ്റവും നല്ല അലാം ഫിറ്റ് ചെയ്താലും ഉണ്ടല്ലോ, മോഷ്ടിക്കേണ്ടവൻ എന്താണെങ്കിലും വന്ന് മോഷ്ടിക്കും, അല്ലെ വഴി വെച്ച് നമ്മളെ മോഷ്ടിക്കും. പക്ഷേ നീ വിശ്വസിക്കുക, കവർച്ചയിൽ നിന്ന് എന്നെ ദൈവം വിടുവിച്ച ഒരൊറ്റ എന്നെ മോഷ്ടിക്കത്തില്ലെന്ന് വിശ്വസിച്ച മോഷ്ടിക്കത്തില്ല. ആമേൻ ഹല്ലേലൂയ. ഇല്ല. കാര്യം കവർച്ചക്കാരൻ കള്ളൻ്റെ പാർട്ടിയാ ഇല്ലേ. കള്ളൻ ആരുടെ പാർട്ടിയാ? പിശാചിൻ്റെ പാർട്ടിയാ ഇല്ലേ. പിശാചിന് എൻ്റെ മേൽ അധികാരമുണ്ടോ? ഇല്ല. പിന്നെന്തിനാ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ കള്ളൻ കയറി കേട്ടോ, അന്ന് പിന്നെ നമ്മൾ കാശേരയല്ല ഷെൽഫൂടെ വലിച്ച് വിഹാരത്തിന് മുന്നിട്ട് ഭയങ്കര ഉറക്കമുളച്ച് ഇങ്ങനെ ഇരിക്കുക, കണ്ണിനകത്ത് എണ്ണ ഒഴിച്ച്. എടാ, അപ്പുറത്തെ വീട്ടുകാരൻ നമ്മൾ തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഇല്ല. നമ്മുടെ പൊസിഷനും അവൻ്റെ പൊസിഷനും ഒന്നാണോ? അല്ല. ഉറങ്ങാതിരുന്ന് നമ്മളെ കാത്തുവായിരിക്കുന്ന ഒരുത്തനുണ്ട് ഇല്ലേ. അവൻ ഉറങ്ങുന്നില്ല, അവൻ മയക്കമില്ല. ചിലപ്പോൾ നമ്മൾ ഈ ട്രെയിനിലൊക്കെ ചിലരെ കണ്ടില്ലേ, മയങ്ങി പയ്യെ ഇങ്ങനെ ഒറ്റ ഒരു തട്ട അടുത്തിരിക്കുന്നത്. കർത്താവിനങ്ങനെ മയക്കമൊന്നും ഇല്ല. ഏതാ മോനെ ഞാൻ അല്പം ക്ഷീണിച്ചു പോയെന്ന് മയങ്ങിപ്പോയി, അതിനിടയ്ക്കാവാൻ വന്നതെന്നൊന്നും പറയത്തില്ല. ഇല്ല. നോ. ഹല്ലേലൂയ. ഞാൻ ഈ വിശ്വാസത്തിൽ വന്നപ്പോഴേ കേട്ടോ, വിശ്വാസത്തിൽ വന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ രാത്രി ഞങ്ങളുടെ വല്യപ്പച്ചൻ്റെ കയ്യിലൊരു കൊടുവാളുണ്ടായിരുന്നു. ഈ കൊടുവാൾ കട്ടിലിൻ്റെ അടി വെച്ചോണ്ടാണ് കിടക്കുന്നത്. കൊടുവാൾ അത് വെച്ച് വെട്ടിയാൽ ഒരു വാഴത്തണ്ട് പോലും മുറിയത്തില്ല, ഒരു മൂർച്ചയില്ല അതിന്. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഷാർപ്പ്. യു ക്യാൻ കട്ട് കാണ്ട് ഈവൻ കട്ട് എ പ്ലാന്റ്. പഴം വെട്ടിയാൽ പോലും അത് ചതഞ്ഞു പോകും. അത് പക്ഷേ ധൈര്യമായിട്ട് കട്ടിലിൻ്റെ അടി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ കിടക്കുകയാണ്, ഇങ്ങനെ തിരിഞ്ഞു വന്ന് കട്ടിലിൻ്റെ അടിയിലോട്ട് കൈയിട്ടാൽ ഇവനെ കിട്ടണം കയ്യിൽ. ഉടനെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ബോധവും ഇല്ലല്ലോ. അതാ ഒരു കുഴപ്പം. രക്ഷിക്കപ്പെട്ടെന്നുള്ള സത്യമാണ്, പക്ഷേ ബോധമില്ലെന്നുള്ള വേറൊരു സത്യമാണ്. നിനക്ക് സുബോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശക്തിയുടെ ആത്മാവിനെ ദൈവം തന്നെന്നുള്ളത് പിന്നെ ആ വെളിവ് വരുന്നത്. ഏതാ സുബോധത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തന്നോണ്ടാണ് ഇന്ന് നമ്മളിതൊക്കെ വിളിച്ചു പറയുന്നത്. ഇല്ലെന്നുണ്ട് ഇന്ന് നമ്മൾ പൊട്ടന്മാരെ പോലെ. യെസ്, വി മസ്റ്റ് വാക്ക് ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിൽ നമ്മൾ നടക്കണം. ഉടനെ രാത്രിയാകുന്നുണ്ടെ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം രാത്രി എനിക്ക് കേൾക്കാം ചങ്ങലയും കൊണ്ട് ഞങ്ങളുടെ വീടിന് ചുറ്റും. ഉടനെ ഞങ്ങളുടെ അതുവഴി, എൻ്റെ ജനലിൻ്റെ അതുവഴി വരുന്നുണ്ടെ ഞാൻ ഒറ്റ ഡൈവാ ഈ കൊടുവാളും എടുത്തേച്ചില്ലേ, മുന്നിലത്തെ കഥ ഒറ്റ കുറ്റി ഇട്ടിട്ടുള്ളൂ. കാര്യം തന്നെ ഇറങ്ങി ഇവനെ വെട്ടണം. ഒറ്റ ചാട്ടം, കട്ടിലെന്ന് ചാടി കഥ തുറന്ന് ആരാടാന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ ചാട്ടമാ. ആരുമില്ല അവിടെ. ഉടനെ കുറച്ച് കഴിഞ്ഞ് ഞാൻ ആരാണ്ട് പറഞ്ഞേ, വേണേ അയൽവക്കത്തെ പട്ടി ഞങ്ങളെയും പൊട്ടിച്ചു വന്നായിരിക്കുമെന്ന്. അയൽവക്കത്തെ പട്ടി, മേ ബി ദ നെക്സ്റ്റ് ഡോർ neighbor's dog has come, with its chain. There is no leash in India. They have chains. I think maybe now they have leash. I think there is. പക്ഷേ പിന്നെ ഞാൻ ഉറങ്ങാതിരുന്ന് കറക്റ്റ് ഞാൻ കഥക് ചാരി ഇരുന്ന് ഇങ്ങനെ ശ്രദ്ധിക്കാൻ നേരത്ത് അപ്പോഴും ചങ്ങല വലിച്ചുകൊണ്ട് വരുന്നു. പക്ഷെ ഞാൻ നോക്കുന്നുണ്ടേ ആരുമില്ല. ഉടനെ എനിക്ക് മനസ്സിലായി ഇത് മറ്റവൻ ചങ്ങലയും വലിച്ചുകൊണ്ട് പോവുക, നമ്മുടെ ഉറക്കം കടത്താൻ വരിക. ദൈവം എന്നാ നമ്മളെ പരീക്ഷിക്കുക ചില കാര്യങ്ങൾ. എന്തുവാ നമുക്ക് ബോധം വീഴാൻ വേണ്ടി. ഉടനെ എന്താ എന്നറിയാം, പയ്യെ ഈ വാളുമൊക്കെ എടുത്ത്
പയ്യെ അകത്ത് പോയി കട്ടിലിൻ്റെ അടി വെച്ചേ ചെന്നായി കത്തിലോട്ട് ഇരുന്ന് പറഞ്ഞു, കർത്താവേ ഈ ചങ്ങലയും വലിച്ചുകൊണ്ട് പോകുന്നതിന് ഇനി ഇതുവഴി വരല്ലെന്ന് പറഞ്ഞു. പിന്നെ അതുവഴി വന്നില്ല. അവൻ ഇതുവഴി പോകാൻ എൻ്റെ പറമ്പിൽ ഒരു പിശാചിനും അനുവാദമില്ല. ആമേൻ. ഉടനെ വീട്ടിൻ്റെ പുറകെ കിടന്ന് ചെമ്പ് എടുത്തോണ്ട് ആരാണ്ട് പോയി. പണ്ട് നെല്ല് പുഴുകുന്ന ചെമ്പ, ഭയങ്കര വലിയ അതും കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് അലുമിനിയം കലം വരെ എല്ലാവരും കൊണ്ടുപോവാ, മോഷ്ടിച്ചുകൊണ്ട് പോവാ. ഉടനെ അതൊക്കെ അത് ഉടനെ നമുക്ക് മോഷ്ടിച്ചുകൊണ്ട് പോകുമെന്ന് പറയുന്നുണ്ട്. നമ്മൾ പറയും, ഓ എന്നാലും ഭയങ്കരമായിപ്പോയി, കഷ്ടമായിപ്പോയി. ഞങ്ങളുടെ വല്യപ്പച്ചന് കാലം തൊട്ടുള്ള കാര്യം ഇതൊക്കെ നമ്മളിത് കഥ പറയുക. അതാ മോഷ്ടിക്കാൻ വന്നവനെ ഓടിക്കുകയല്ല, നമ്മൾ ഭയങ്കര കഥ പറയുക. പിന്നെ അയൽവക്കക്കാരോടെല്ലാം വിളിച്ച് പറയുക, പിന്നെ നാട്ടുകാരോടെല്ലാം പറയുക, പിന്നെ വീട്ടിൽ വന്നവരോട് പറയുക, ഞങ്ങളുടെ വീട്ടിൽ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി, നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ഇല്ല, അവരെങ്ങനെ അറിയാനാ, അവരറിഞ്ഞില്ല. സ്വത്രം. ഡിഡ് യു നോ ഇറ്റ്? സോ കുറച്ച് കഴിഞ്ഞുണ്ടെ ഇത് അവിടെ നിന്ന് ഒന്നും കിട്ടാതെ എന്നുണ്ടെ ചെമ്പ് ടാപ്പ് ഒടിച്ച് രാത്രി ഞാൻ നോക്കുന്ന വെള്ളം ഇങ്ങനെ പോകുന്ന ശബ്ദം കേൾക്കുന്നു. നോക്കിയോണ്ടെ ടാപ്പില്ല, ടാപ്പും കൊണ്ടുപോയി. ഉടനെ ബോധം വീഴുന്നില്ല. സുബോധത്തിൻ്റെ ആത്മാവിനെ ഹല്ലേലൂയ നമ്മളങ്ങോട്ട് ഏറ്റെടുക്കുന്നില്ല. ഏതാ നമ്മൾ ഫ്രീയാ, പക്ഷേ വി ആർ സ്റ്റിൽ ഇൻ ബോണ്ടേജ്. ഫ്രീ ആക്കി കർത്താവ്, പക്ഷേ എന്നിട്ട് നമുക്ക് ഫ്രീ ആന്നുള്ള നമുക്ക് ബോധം വരുന്നില്ല. ഉടനെ ഒരു ദിവസം ഞാൻ നോക്കിയോണ്ടേ പെട്രോൾ മണക്കുന്നു. ബൈക്ക് മുന്നിൽ വെച്ചിട്ടുണ്ടേ. എടാ ഇതെന്നാ പെട്രോൾ മണക്കുന്നത്? എന്നാ പെട്രോൾ ഇനി ഇപ്പം ലീക്ക് ചെയ്യുന്നുണ്ടോ? ഉടനെ കഥ തുറന്നിറങ്ങി നോക്കിയോണ്ടേ ഇല്ല, പെട്രോളൊന്നും കുഴപ്പമില്ല. പക്ഷെ ഒറ്റ കുഴപ്പമുണ്ട്, മെയിനിലായിരുന്ന പെട്രോൾ റിസർവിലായിരിക്കുന്നു. കാര്യം മെയിനിലുള്ള പെട്രോൾ അവൻ ഊറ്റിയെടുത്തേച്ച് റിസർവിലുള്ളവിടെ ഊറ്റിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കഥ തുറന്നേ. മെയിൻ ടാങ്ക് ഹാസ് യുനോ. ഉടനെ ഒരു ദിവസം അങ്ങനെ നടന്നു. അടുത്ത ദിവസം 2-3 ദിവസം കഴിഞ്ഞാൽ വീണ്ടും പെട്രോളിൻ്റെ മണം. ഉടനെ നമുക്ക് ഭയങ്കര റെവലേഷൻ ഉണ്ടായി. എന്തുവാ? ബൈക്ക് ഷുഡ് ബി ഇൻ ദ സിറ്റിംഗ് റൂം, ലിവിങ് റൂം. ഉടനെ 4 പടിയുണ്ട്, 4 പടി ഓടിച്ച് കയറ്റും. സർക്കസുകാർ ഓടിച്ച് കയറ്റുന്ന പോലെ ബൈക്കിലിരുന്ന് 4 പടി ഓടിച്ച് തിണ്ണെ കൂടെ കയറ്റി സിറ്റിംഗ് റൂമിനകത്ത് അടച്ചു സൂക്ഷിച്ചു. ദാറ്റ് ഇസ് എ സൊല്യൂഷൻ. ആരാ? ഈ കാഞ്ഞ പൊട്ട ബുദ്ധിക്കകത്ത് വരുന്ന തല കാഞ്ഞിരിക്കുക. അപ്പോഴേ സി യു ആർ നോട്ട് റിസീവിങ് വാട്ട് ഗോഡ് ഹാസ് ഫോർ യു. എന്തിനാ ഈ പൊട്ടത്തരം എല്ലാം വിളിച്ച് പറയുന്നതെന്നറിയാമോ? നിങ്ങളാരും ഇങ്ങനെ കാണിക്കാതിരിക്കാനാ. നമ്മളെ മണ്ടന്മാരാക്കുന്നത് എന്തിനാ? Because nobody should do this stupid foolish things. Because why? We must have the understanding. നമ്മുടെ ഹൃദയത്തെ ആഴത്തി അറിയണം. എന്നെ കാക്കുന്നവൻ അവൻ ഉറങ്ങുന്നില്ല. ഹല്ലേലൂയ. ഒരു സുപ്രഭാതത്തിൽ എനിക്ക് ആ വെളിപാട് വന്നു. ഒരു സുപ്രഭാതത്തിൽ one day I received that revelation. ആ സത്യം എൻ്റെ ആഴത്തിൽ വന്നു. എന്നാൽ ഞാൻ എൻ്റെ മുറ്റത്തോട്ട് ഇറങ്ങിയെന്ന് വെച്ച് പറഞ്ഞു, ഒറ്റ കള്ളനും എൻ്റെ വീട്ടിനകത്തോ എൻ്റെ പരിസരത്തോ എൻ്റെ അതിനകത്ത് ഒന്നും എടുക്കാൻ ഇവിടെ കയറത്തില്ല. യേശുവിൻ്റെ ദൂതന്മാർ ഇവിടെ കാവലായി നിൽക്കും. ഹല്ലേലൂയ. സ്തോത്രം. അന്ന് മുതൽ ഇന്ന് വരെ ഫോർ മെനി ഇയേഴ്സ് ഞങ്ങളുടെ അയൽവക്കത്തെല്ലാം കള്ളം കയറാറുണ്ട്. ഒറ്റ കള്ളൻ എൻ്റെ വീട്ടിൽ കയറിയിട്ടില്ല. കഥ തുറന്നിട്ടുറങ്ങിയിട്ടുണ്ട്. ആരും വന്നിട്ടില്ല. ഞാൻ തിണ്ണയിലിരിക്കുന്നുണ്ട്, അപ്പുറത്തെ വീട്ടിൽ കള്ളം കയറുന്ന ഞാൻ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ പാത്രം ഒന്നും അടച്ചു പൂട്ടി വെച്ചില്ല. ബൈക്ക് പുറത്താണ്, എല്ലാം പുറത്താണ്. കാര്യം എന്നാ? ഐ ബിലീവ്. ആ സത്യം എൻ്റെ ആഴത്തിൽ ഇറങ്ങിയുണ്ടെങ്കിൽ അതെന്നെ വിടുവിച്ചു, സ്വതന്ത്രനാക്കി. കള്ളനെ കുറിച്ചുള്ള പേടി എൻ്റെ പോയി. നമ്മൾ ഇരുന്നേച്ച് രാവിലെ തൊട്ട് നമ്മളിരുന്നേച്ച് വൈകുന്നേരം ആകുന്നുണ്ട് ഫോക്സ് ന്യൂസും മറ്റേ ന്യൂസും NBC അതെല്ലാം കേട്ട് കഴിയുന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് അപ്പുറം വെടിവെച്ച് ഇവിടെ കള്ളം കയറി മറ്റേടത്ത് അതെല്ലാം കേട്ടേച്ച് നമ്മൾ രാത്രി കിടക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രഷറും കൂടി, നമ്മൾ ടെൻഷൻ കൂടി, നമ്മളാകെപ്പാട് ആദ്യം ഇടിച്ചു. അയ്യോ അടച്ചോടാ മോനെ, കഥ അടച്ചോ, മറ്റേ അടച്ചോ, അടച്ചോ, എടുത്തു വെച്ചോ. കാര്യം എന്നാ? വി ആർ ഇൻ ഫിയർ. ആരും ചിരിക്കല്ല, എനിക്കറിയാം എല്ലാവരെയും. ഹല്ലേലൂയ. We are living in fear without our knowledge. അങ്ങനത്തെ ഭയമൊക്കെ ഉണ്ടല്ലോ, കയറി വേറെ അവിടെ ഇവിടെ എല്ലാം കയറി പിടിക്കും. We need freedom. Amen. ഇപ്പം മനസ്സിലായി. ഇപ്പം നമുക്ക് ഫ്രീഡം വേണമെന്ന് നമുക്കറിയാം അല്ലേ? ഇതുവരെ വിചാരിച്ചില്ല അത്രയും അങ്ങോട്ട് അത്രയും കടന്നു പോകുമെന്ന് വിചാരിച്ചില്ല.
ആമേൻ. ഇനി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. നാളെ പറയാം. അപ്പം ശരിക്കും വെളിവ് വീഴും. യെസ്, God will really open our eyes. ആമേൻ. നമ്മുടെ അകത്തുള്ള ഭയങ്ങൾ, പുറമെ ആരും അറിയാത്ത ഭയങ്ങളിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെടണം. We are a people called to be free. നമ്മൾ ഫ്രീ ആകാൻ വേണ്ടി നമ്മളെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ജനമാണ്. ആമേൻ. ആരാണ്ട് പറഞ്ഞു ഡു നോട്ട് ഫിയർ എന്നുള്ള 365 പ്രാവശ്യം ഉണ്ടെന്ന് ബൈബിളിൽ, ഇല്ലേ? ശരിയാണോ? യെസ്, ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. ഇറ്റ് ഈസ് ഗുഡ്. 365 അല്ല, ഒരു 665 ഉണ്ടെങ്കിലും കുഴപ്പമില്ല. 1000 പ്രാവശ്യം ഉണ്ടെങ്കിലും ഐ ആം ഹാപ്പി. വൈ? ബിക്കോസ് ഫിയർ ഈസ് എ റൂട്ട്, ഈസ് എ ഡോർ, ഈസ് എൻ ഓപ്പണിംഗ് ഫോർ ദ ഡെവിൾ. ആമേൻ. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാ, നമ്മൾ സ്നാനപ്പെട്ടവരാ, അഭിഷേകം പ്രാപിച്ചവരാ. അറിയാതെ ചില ഭയങ്ങൾ നമ്മുടെ അകത്ത് കയറി ഇങ്ങനെ കുരുട് പോലെ കിടക്കും. ആമേൻ. And it will start to choke you without you knowing. Amen. ആ ഭയം എന്നിട്ടുണ്ടല്ലോ അവിടെ കിടന്നേച്ച് വേറെ എന്തുവേലും വരുന്നുണ്ടെ അതിനകത്തോട്ട് അത് വ്യാപരിക്കും. Fear is like cancer. It will spread into every area of your life. അത് സ്പ്രെഡ് ചെയ്യും. വളരെ മെലിഗ്നൻ്റ് ആണ്. if we don't realize, അല്ലേ, നമ്മൾ റിയലൈസ് ചെയ്തില്ലെങ്കിൽ we are in very big trouble. And we will harm ourselves. നമ്മളെ തന്നെ ദോഷം ചെയ്യും. നമുക്ക് തന്നെ നമ്മൾ ദോഷം ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. നാളെ ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഫിയർ ഓഫ് ദ പാസ്റ്റ്. ഫിയർ ഓഫ് ദ പാസ്റ്റ്. ഞാനൊരു ചെറിയ കാര്യം പറയാം. വളരെ ചെറിയൊരു കാര്യം പറഞ്ഞ് നാളത്തേനൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ഞാനങ്ങ് നിർത്താം. ആമേൻ. ഹല്ലേലൂയ. ഒരു കൊച്ചു കുഞ്ഞ് 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കൊച്ചിനെ ഒരു പ്രാവശ്യം ഒരു പാട്ട് പാടാനായിട്ട് സ്കൂളുകാർ ആ കുട്ടി നല്ലതായിട്ട് വീട്ടിൽ നിന്ന് പാട്ടൊക്കെ പാടി നല്ല പരിചയിച്ചേച്ച് ഈ സ്റ്റേജിലോട്ട് വന്ന് കയറി വളരെ ചിരിച്ചുകൊണ്ടൊക്കെയാണ് വരുന്നത്. ഈസ് വെരി ഹാപ്പി. കാര്യം ഇറ്റ്സ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി. ചിരിച്ചുകൊണ്ട് സ്റ്റേജിൽ വന്ന് കയറി ആ എക്സൈറ്റ്മെൻറ്റിൽ ചിലപ്പം ആദ്യത്തെ ലൈൻ മറന്നു പോയോണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയോണ്ടേ എല്ലാവരും കൂടെ ചിരിക്കാൻ തുടങ്ങി. ഉടനെ പെട്ടെന്ന് മുഖം മാറി. എന്നാൽ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലൊരു ഫിയർ ഉണ്ടായി. 25 കൊല്ലം കഴിഞ്ഞ് ഇവൻ ഇന്നും ആ മനുഷ്യരെ അഭിമുഖീകരിക്കാൻ പേടിയാ. ബിക്കോസ് ഓഫ് ദാറ്റ് ഫിയർ. ഇവൻ ഇന്ന് തെറാപ്പി ചെയ്യുക. പക്ഷെ റൂട്ട് എവിടാ? 5 വയസ്സുള്ളപ്പം നിന്റെ അകത്ത് കയറിയ ഭയമാണ്. അതിൽ നിന്നെല്ലാം ദൈവം നമ്മളെ വിടുവിക്കും. വി ആർ ഗോയിങ് ടു ഹാവ് ഗ്രേറ്റ് ഡെലിവറൻസ്. വലിയ ഡെലിവറൻസിൻ്റെ ടൈം വരിക. ആമേൻ. ഹല്ലേലൂയ. ഐ വിൽ ടേക്ക് ദീസ് സെഷൻസ് ഇൻ ദ ഈവനിങ്. സോ ഫോർ മോർ പീപ്പിൾ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. നിങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്. യു ആർ ഗോയിങ് ടു പ്രേ. ഓക്കെ, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ആമേൻ. കാര്യം നമുക്ക് ഓരോരുത്തർക്കും പേഴ്സണലായിട്ടാണ് നമുക്ക് ഡെലിവറൻസ് വേണ്ടി, അല്ലേ? വി നീഡ് ഡെലിവറൻസ്. വി നീഡ് പേഴ്സണലി, വി നീഡ് ഗോഡ് ടു സെറ്റ് us free. Amen. Hallelujah. From all our fears. Okay. നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. Hallelujah. I want you to pray with me. നിങ്ങൾ എൻ്റെ കൂടെ പ്രാർത്ഥിക്കണം. Hallelujah. ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഏറ്റു പ്രാർത്ഥിക്കണം. Hallelujah. ആമേൻ. പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാട്ട്. ദൈവമായ കർത്താവേ, എൻ്റെ ജീവിതത്തിലെ മറഞ്ഞു കിടക്കുന്ന കെട്ടുകള്, ബന്ധനങ്ങള്, ഭയങ്ങള്, ഭീരുത്വത്തിന്റെ അവസ്ഥകള് ഇന്ന് രാത്രി അതിനെ പുറത്തു കൊണ്ടുവന്ന് അതിനെ വെളിപ്പെടുത്തി അതിൽ നിന്ന് നീ എന്നെ വിടുവിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രി എന്റെ ജീവിതത്തില് ഇപ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്ന എന്റെ മനസ്സിൽ ഇപ്പോഴുള്ള എല്ലാ ഭയവും യേശുവിന്റെ നാമത്തില് അവിടുത്തെ തികഞ്ഞ സ്നേഹം എന്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് ആ ഭയത്തെ മുഴുവൻ ഇന്ന് രാത്രി തികഞ്ഞ സ്നേഹത്താൽ പുറത്താക്കുന്നു. വിട്ടുമാറുന്നു.
പോകുന്നതല്ല. യേശുവിന്റെ നാമത്തിൽ I receive the love of God. ഞാൻ യേശുവിന്റെ സ്നേഹത്തെ സ്വീകരിക്കുന്നു. പരിശുദ്ധമായാൽ ദൈവസ്നേഹം എന്റെ ഹൃദയത്തിൽ കടന്നു വന്നിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ എന്നെ അലട്ടുന്ന എന്റെ ജീവിതത്തിന്റെ എല്ലാ ഭയങ്ങളും യേശുവിന്റെ നാമത്തിൽ എന്നെ വിട്ടുപോകുന്നു. ഭയത്തിന് എന്റെ മേൽ സ്ഥാനമില്ല, എന്റെ മേൽ ഒരു അധികാരമില്ല, എന്റെ മേൽ അവകാശമില്ല, എന്റെ മേൽ അനുവാദമില്ല. എല്ലാം പുറത്താകുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ.